നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ സലാം ഇന്ത്യയുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇലക്ഷൻ ഉത്സവം നടക്കുകയാണ്. മുദ്രാവാക്യ വിളികൾ കേൾക്കുന്നു, വാഗ്ദാനങ്ങളുണ്ട്, ധാരാളം ചർച്ചകളും നടക്കുന്നു. പക്ഷേ ഇങ്ങനൊരു സഭയിൽ ഈ ഒരു സമയത്ത് ഒരു കാര്യം നമ്മൾ മറന്നുപോകുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞ 5 വർഷത്തെ പ്രധാനമന്ത്രിയുടെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് കണക്കിടുന്നൊരു ഇലക്ഷനാണ്. ഇതാണ് ആ സമയം. അതായത് പ്രധാനമന്ത്രി ജനങ്ങളുടെ മുന്നിൽ തന്റെ പ്രവൃത്തികളുടെ കണക്കുകൾ അവതരിപ്പിക്കും, അവസാന തീരുമാനം ജനങ്ങളെടുക്കും. കഴിഞ്ഞ 5 വർഷമായി നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി ചെയ്തതെല്ലാം നല്ലതാണോ, അല്ല മോശമാണോ, മുന്നേറ്റങ്ങൾ ഉണ്ടായോ, അല്ല ഇനിയും ചില കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ടോ? ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഈ രാജ്യത്തിന് ശക്തമായ ഒരു സർക്കാർ നമുക്ക് ആവശ്യമുണ്ടോ എന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ രാജ്യത്തിന് ഒരു കൂട്ടുകക്ഷി ഭരണം വേണമോ, അല്ലെങ്കിൽ ലോകനാടുകളുടെ മുന്നിൽ ഇന്ത്യയെ അഭിമാനത്തോടെ കാണിക്കാനുള്ള ഒരു ഗവൺമെന്റ് വേണമോ എന്ന് നമ്മളാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോദി. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുകയാണ്. മോദി സാർ, താങ്കളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് നന്ദി രജത് സാർ. ഒരുപാട് നാളിന് ശേഷം എനിക്കിവിടെ വരാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മോദി സാർ, ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശാന്തമായിട്ടിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ എനർജി ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ജൂൺ 4-ാം തീയതി നിങ്ങൾക്ക് ഈ എനർജിയൊക്കെ ആവശ്യപ്പെടും. മോദി സാർ, ഇലക്ഷൻ വരുന്ന സമയത്തല്ല, താങ്കൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ഒരു ഉത്സാഹം ജനങ്ങളിൽ കാണുന്നു. ഉത്സവം പോലുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിലും താങ്കളുടെ പ്രസംഗം ജനങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. ഈ പ്രാവശ്യം താങ്കൾ 400 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലതും എഴുതുന്നുണ്ട്. हौले हौले हो जाएगा प्यार अब की बार 400 पार.
മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് दिल का भंवर करे पुकार अब की बार 400 पार। മറ്റൊന്ന് चटनी के बिना ढोकला बेकार अब की बार फिर से मोदी सरकार। ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഉദാഹരണങ്ങളും ഉണ്ട്. അതിൽ साइकिल से जाएं हाथ से कमल का बटन दबाएं। അതിനുശേഷം बेईमानों के लिए मोदी जहर है, गद्दारों के लिए मोदी कहर है और देश में मोदी की लहर है। മറ്റു ചിലർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ नतीजों के बाद राहुल होंगे फरार अब की बार 400 पार। ഇങ്ങനൊരു തീവ്രമായ ഉത്സാഹം ഓരോ ഇലക്ഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യം പറയണമെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഗ്രാമിലോട്ട് വരാൻ എനിക്കൊരു നല്ല ചാൻസാണ് കിട്ടിയത്. നിങ്ങൾ റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും ട്രാവലും പരിപാടികളുമായി ബിസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധ തിരിക്കാറില്ല. സാർ, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഈ കല്യാണക്കുറി അടിക്കുന്നത് പോലെ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലെഴുതിയിരിക്കുന്നത് ജൂൺ 1-ാം തീയതി മെഹന്തി, ജൂൺ 2-ാം തീയതി കേജ്രിവാളിന്റെ യാത്രയപ്പ്, ജൂൺ 4-ാം തീയതി ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ഹൽദി, ലഞ്ചില് കരച്ചിലും പുലമ്പലും തുടങ്ങും. 3 മണിക്ക് EVM പല്ലക്കിൽ തിരിച്ച് യാത്ര, 5 മണിക്ക് പ്രതിപക്ഷത്തിന്റെ യാത്രയയപ്പ്, 6 മണിക്ക് വീണ്ടും കരച്ചിൽ, 7 മണിക്ക് പപ്പു ഇറ്റലിയിലേക്ക് പുറപ്പെടും. നിങ്ങളുടെ അടുത്ത് ആ കല്യാണക്കുറി ഉണ്ടെങ്കിൽ ജനങ്ങൾക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. എത്രത്തോളം നോക്കൂ സർ, ഇതാണ് അതിന്റെ ഇൻവിറ്റേഷൻ കാർഡ്. എല്ലാവർക്കും കാണാം. പറ്റുമെങ്കിൽ ഞാനിത് സ്ക്രീനിലും കാണിക്കാം. ഇത് കല്യാണത്തിന്റെ അല്ല, യാത്രയയപ്പിന്റെ കുറി പോലെ തോന്നുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും, ഈ നാടിൻ്റെ യുവാക്കള് അവരുടെയൊക്കെ ചിന്തയും ആലോചനയും ഉണ്ടല്ലോ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് അവരുടെ ഒച്ചപ്പാടുകളും കളിയാക്കലൊക്കെയുള്ള ഓരോ വർത്തമാനങ്ങളും ഇങ്ങനെ, അതുപോലെ തന്നെ വെറും ചുരുക്കം വാക്കുകളിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് അവർ കാണിക്കുന്നുണ്ട്. ഈ 400 ക്രോസ് ചെയ്യുന്നുള്ളൊരു ഒച്ചപ്പാടിന് 2 ഭാഗങ്ങളായിട്ടുണ്ട്. ആദ്യം പറയണമെങ്കിൽ ഇത് BJP ഉണ്ടാക്കിയ ഒച്ചപ്പാടൊന്നുമല്ല, ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ശബ്ദമാണ്. മോഡിയെ സംബന്ധിച്ച് 2019 മുതൽ 2024 വരെ ഏകദേശം 360 സ്ഥലങ്ങളിലാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഒരു 2-3 പാർട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ NDAയുടെ അലയൻസ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 400-നടുത്ത് തന്നെ ഉണ്ടായിരുന്നു. 2019 മുതൽ 2024 പാർലമെൻറ്റിൽ ഞങ്ങളുടെ ബലം 480 ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലെ ഒരു പയ്യൻ 90ഓളം മാർക്ക് മേടിച്ചിരുന്നാൽ അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് അവൻ്റെ ചുറ്റിയുള്ള കോമ്പറ്റേറ്റേഴ്സ് ആരായിരുന്നു വെച്ചാൽ അടുത്തുള്ളവരൊരു 30-40 മാർക്ക് എടുത്തു എന്ന് വെച്ചോളൂ. ഇപ്പം നിങ്ങൾ അവരുടെ അടുത്ത് മറ്റുള്ളവർ 40 മേടിച്ചോളൂ, അപ്പം നീ എന്തിനാ 90 മേടിച്ചാൽ നീ 50 എടുത്താൽ മതിയെന്ന് ആരും ഒരിക്കലും പറയത്തില്ല. അതിന് പകരം പറയുന്നത് എന്തായാലും 90 മേടിച്ചാലേ ഇനി 95ലോട്ട് നോക്ക്. അതുപോലെ തന്നെ 400 നമ്മൾ എത്തിയതിനു ശേഷം നമ്മുടെ പാർട്ടിക്കാരുടെ അടുത്ത് നമ്മൾ ഇനിയും ഉയരത്തിലോട്ട് പോകണമെന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കടമ. മറ്റൊരു കാര്യം, നല്ല ക്രിയേറ്റീവായിട്ടൊരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. 370 എന്ന് പറയുന്ന ഈ നമ്പർ ഒന്ന്
ജനങ്ങളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ നാടിനെ ഒരുമിപ്പിക്കാൻ വേണ്ടി എടുത്ത ഓരോ ശ്രമങ്ങളിലും 370 ഭാഗം വെച്ച് നോക്കിയ ഓരോ ശ്രമങ്ങളും ഇന്ത്യയുടെ വളർച്ച, അതിനുവേണ്ടിയുള്ള ചുവടുകളിൽ ഏറ്റവും പ്രധാനമാണിതൊക്കെ. അതുകൊണ്ടാണ് ഒരാൾ BJPയുടെ അടുത്ത ലക്ഷ്യം 370 ആയിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 370 എന്ന് പറയുന്ന നമ്പർ അതെനിക്ക് എൻ്റെ ഒരു കാശ്മീരിലുള്ള ഫ്രണ്ടാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ അതുകൊണ്ടാണ് 370 എന്നുള്ളൊരു നമ്പർ ഞാൻ പറയാനുള്ള കാരണവും. BJP 370 സ്ഥലങ്ങളിലും വിജയിക്കുമെന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെ നടന്നാലാണ് ഈ 370 എന്നുള്ള നമ്പർ ജനങ്ങളുടെ മനസ്സിൽ പതിവെന്ന് അവർ പറഞ്ഞത്. മോദി സാർ, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. 5 വർഷത്തിന് മുൻപ് ഇതുപോലെ താങ്കൾ ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്നു താങ്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി. അതിന് ചില ദിവസങ്ങൾക്ക് മുൻപാണ് ഡൊണാൾഡ് ട്രംപ് വന്നത്. അദ്ദേഹം അഹമ്മദാബാദിലുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിലേക്ക് പോയി. അവിടെയും അടുത്തത് ട്രംപിന്റെ ഭരണമാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ അദ്ദേഹം തോറ്റുപോയി. അതിനുശേഷം ജോ ബൈഡൻ വന്നു. പിന്നെ താങ്കളെ എതിർക്കുന്നവരെല്ലാം ഇനി അമേരിക്കയ്ക്കും മോദിക്കുമുള്ള സൗഹൃദം ഇല്ലാതാകും എന്ന് പറഞ്ഞു. മോദിക്ക് ട്രംപിനോടാണ്, ജോ ബൈഡനോട് സൗഹൃദം ഇല്ലെന്ന്. പക്ഷേ ഭരണം തീരുന്ന സമയത്ത് ജോ ബൈഡൻ താങ്കളെ ക്ഷണിച്ചു. വൈറ്റ് ഹൗസിൽ താങ്കൾക്ക് കിട്ടിയ സ്വീകരണം ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടേയില്ല. I'm honored to be the first to have you here in 15 years. Prime Minister Modi, welcome back to the White House. I cannot imagine His Excellency Modi getting intimidated or being forced to take any steps or actions that would go against the national interests of India and the people of India. And there is pressure against him, I am aware of that. He really wants to do the right thing for India. He wants to be open, he wants to be supportive of new companies, and obviously, but at the same time, make sure it accrues to India's advantage. I am a fan of Modi, so. I said to my friend, the Prime Minister, before the last time I saw someone on the stage here was Bruce Springsteen, and he didn't get the welcome that Prime Minister Modi has got. Prime Minister Modi is the boss. മോദി സാർ, ഇതിനു മുൻപ് ഞങ്ങൾ പല പ്രധാനമന്ത്രിമാരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി വന്നിട്ടുമുണ്ട്. പക്ഷേ ലോകത്ത് ശക്തിയുള്ള നേതാക്കന്മാർ, അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലെ ആരെയും പുകഴ്ത്തേണ്ട ആവശ്യമില്ലാത്ത നേതാക്കന്മാർ, അവരെല്ലാം താങ്കളെക്കുറിച്ച് ഇത്രത്തോളം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ആണ് സംസാരിക്കുന്നത്. അതുപോലെ പുടിൻ പറയുന്നു മോദി ആരുടെ മുന്നിലും തല കുനിയാറില്ലെന്ന്. നമ്മുടെ നാടിൻ്റെ ഈ ദുരദൃഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ പ്രധാനമന്ത്രികളൊക്കെ ഈ ഫോറിനിൽ പോയാലും അത്ര വലിയ ചർച്ചയായിട്ട് അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. അതുപോലെ തിരിച്ചിങ്ങോട്ട് വന്നാൽ പോലും വന്നെന്ന് ജനങ്ങൾ അറിയത്തില്ല, അതറിഞ്ഞിട്ടില്ല. രണ്ടാമതൊരു കാര്യമുണ്ട്. ഇതിൽ മോഡി എന്ന് പറയപ്പെടുന്നത് ഞാൻ മാത്രമല്ല, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ വെറും ഒരു ചിന്തയിൽ ഇരിക്കാൻ പാടില്ല. മോഡി വെറും ഒരു ടൂളായിരിക്കാം. ഞാൻ വളരെ സാധുവായിട്ട് സംസാരിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കാം. പക്ഷേ ഇതിനുള്ള ഒരു റെസ്പെക്റ്റും ആ മര്യാദയും 140 കോടി ജനങ്ങളുടെ അഹങ്കാരമായിരിക്കണമെന്ന്. ഇന്ത്യയുടെ ബലത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. 2013 തെരഞ്ഞെടുപ്പിനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പ്രധാനമന്ത്രിക്ക് പോസ്റ്റിങ്ങിന് വേണ്ടി നിർത്തി. പിന്നീട് ജനങ്ങൾ എന്നെ ആ ഒരു നോട്ടത്തിലായിരുന്നു കണ്ടു തുടങ്ങിയത്. പിന്നെ എന്നെക്കുറിച്ചുള്ള റിസർച്ചും തുടങ്ങി. അന്ന് മീഡിയയിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുഴുവനും സ്പ്രെഡായിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റിൽ നിന്നും വരുന്നു, അദ്ദേഹത്തിന്
ഇന്ത്യയെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ല. പിന്നീട് എങ്ങനെ അദ്ദേഹം ലോകത്തോട് പോയി സംസാരിക്കുന്നതെന്ന് പറഞ്ഞവര്. ലോക അളവിന് എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ പോയി സംസാരിക്കുന്ന ആൾക്കാർ ചോദിച്ചു. പിന്നീട് TV ചാനൽസ് മൂലം ഓരോ സംസാരങ്ങളും വർത്തമാനങ്ങളും തുടങ്ങി എന്നെക്കുറിച്ച്. അപ്പോഴും തന്നെ പിന്നെ ഒറ്റ ചോദ്യം അവർ ചോദിക്കത്തുള്ളൂ, നിങ്ങൾക്ക് ഫോറിനിലുള്ള അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കായിട്ടുള്ളത്. പക്ഷേ എല്ലാവരും മുഴുവനുള്ള കാര്യങ്ങളും ഓരോ വിവാദമാക്കി അതൊരു ഗ്ലോബൽ ചർച്ചയാക്കി. അവിടെ ആയിരിക്കും മോഡി കുടുങ്ങാൻ പോകുന്നതെന്നും വെച്ച്. ഇവിടെ എന്താ വേണമെങ്കിൽ പറയാം, പക്ഷെ അവിടെ ബുദ്ധിമുട്ടൊന്നും കരുതി. അപ്പോൾ വിദേശത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നത് ഈ നാടിന് വേണ്ടിയാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മോദിയെ സംബന്ധിച്ച് നമ്മുടെ ഈ നാട് തല കുനിഞ്ഞ് എവിടെയും പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. തല നിവർത്തി വെച്ച് ആരെയും ഭീഷണിപ്പെടുത്തിയോ സംസാരിക്കില്ല. പക്ഷേ നേർക്ക് നേർ നിന്ന് കണ്ണ് കണ്ട് സംസാരിക്കണമെന്നും പറഞ്ഞു. എനിക്കെപ്പോഴും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഈ താഴ്ന്ന മനസ്സൊന്നുമില്ല. ഞാനൊരു കാലത്ത് ചായ വിറ്റുകൊണ്ടിരുന്നു. ഇവരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ. ഈ ചായ വിൽക്കുന്ന മുമ്പ് എന്ത് ചെയ്യാൻ പോവാ, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ വലിയ ലീഡേഴ്സിനെയൊക്കെ പോയി കാണുമ്പോൾ ശാരീരികമായി അവരെത്ര വലിപ്പമുണ്ടെങ്കിലും ശരി, കാണുമ്പോഴും വളരെ രസമുള്ള രീതിക്കുള്ളൊരു മനുഷ്യരും അവരായിരിക്കാം. പക്ഷേ ഞാൻ പോയി അവരെ കാണുന്ന സമയത്ത് ഞാൻ വെറും ഒരു മോഡിയല്ല. അവരെപ്പോൾ എൻ്റെ കൂടെ കൈ തരുന്ന സമയത്ത് 140 ഇന്ത്യയുടെ ജനങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കും. എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. 140 കോടി ജനങ്ങളുടെ ആ ശക്തിയായിട്ട് ഞാൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ലോകം എനിക്ക് വളരെ ചെറുത് തന്നെയാണ്. എൻ്റെ നാടിന് ഒരു കുറവുമില്ല. കഴിവിലും ബലത്തിലും യാതൊരുവിധമായ കുറവുമില്ല. ഇങ്ങനൊരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അതിൻ്റെ പവർ എന്താണെന്ന് പൊതുവെ പുറത്തുള്ളവർക്കറിയാം. ഇദ്ദേഹം വേറൊരു രീതിക്കാണല്ലോ ഉള്ളത്. ഇതിനു മുമ്പ് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇത്രയും വിശ്വാസത്തോടെ ആരും നിന്നിട്ടില്ല. ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണല്ലോ. ഇങ്ങനെ വിചാരിച്ച അവരുടെ ഓരോ ചിന്താഗതിയും മാറും. ഞങ്ങൾക്കും അത്ഭുതമായിരുന്നു, ജോ ബൈഡനെ പോലെ ഒരു ശക്തിയുള്ള നാടിന്റെ നേതാവ് G7 ഉച്ചകോടിയിൽ മോദി എവിടെ നിന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് സത്യമാണ്. ഞാൻ തനിച്ചൊരുപാട് നേതാക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക്. അധികാരങ്ങളുള്ള ഈ സംസാരങ്ങൾ മാത്രമല്ലാണ്ട് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കേണ്ട ഒരുപാട് ചാൻസ് ഉണ്ടാവും. ഫോണിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതാണ്. അതായത് ഞാൻ ഈ ചുറ്റി വളഞ്ഞൊന്നും സംസാരിക്കുന്ന ആളേ അല്ല. മറ്റേ മേഘം വരുമ്പോൾ മഴ വരുമെന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളേ അല്ല ഞാൻ. മഴ വരുമെങ്കിൽ വരുമെന്നും പറഞ്ഞേക്കും, വരില്ലെങ്കിൽ വരത്തില്ലെന്നും ഞാൻ പറഞ്ഞേക്കും. അതായത് ഞാൻ എല്ലാം തെളിച്ചേ പറയത്തുള്ളൂ എപ്പോഴും. അതുകൊണ്ടാണ് ഈ ലോകം ഒരുപാട് അതിനോട് ഇഷ്ടപ്പെടുന്നത്. ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് അറിയാം നന്നായിട്ട്. ഇപ്പം ഞാൻ റഷ്യയിൽ നിന്നും പെട്രോളിയം സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഈ ഫ്യൂവലിൻ്റെയൊക്കെ പൈസകൾ, അതിൻ്റെ വിലകൾ ഉയർന്നാലും ജനങ്ങളുടെ മേത്തോട്ട് ആ വില വീഴാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു നോക്കം. എവിടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു അതേ ഞാൻ മേടിക്കുള്ളൂ. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനാ. ഒരാളും എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല. അമേരിക്ക നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞതാണ്, എനിക്ക് സന്തോഷപ്പെടുത്തേണ്ടത് വെറും 140 കോടി ഇന്ത്യ ജനങ്ങളെ, അല്ലാണ്ട് വേറെ ആരെയുമല്ല. അതുകൊണ്ടാണ് അത് ഇന്നുവരെ നമ്മൾ തുടർന്നിരിക്കുന്നത്. നാടിനെ എക്കണോമിക്കൽ രീതിക്ക് നോക്കാൻ പറ്റിയതാ. പക്ഷേ അതേ സമയത്ത് രാഷ്ട്രപതി പുട്ടിൻ്റെ അടുത്ത് ചെയറിൽ ചെന്നിരുന്ന് എനിക്ക് TV-യിൽ സംസാരിക്കാൻ കഴിയും. ഇത് പോരിനായിട്ടുള്ള കാലമല്ലെന്ന്. അതുകൊണ്ടാണ് ഈ ലോകത്തിന് എന്നെക്കുറിച്ച് യാതൊരു വിധമായ കുഴപ്പവും ഇല്ലാത്ത. മോദി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല, ഇന്ത്യയുടെ എല്ലാവരുടെയും അവസ്ഥ. പക്ഷേ മോദി സാർ, ഇതിനു മുൻപും നമ്മുടെ നേതാക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. വലിയ വലിയ നേതാക്കന്മാർ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സംസാരം ഉണ്ടായിരുന്നു, അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യ ദേഷ്യപ്പെടും, റഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ അമേരിക്ക ദേഷ്യപ്പെടും. ഈ ഒരു സിറ്റുവേഷൻ താങ്കൾ മാറ്റിയിരിക്കുകയാണ്. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ആ കാലത്തത് അന്നത്തെ ഓരോ ചിന്താഗതിയും വെച്ച് നോക്കുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് എല്ലാവരുടെ അടുത്തും ഒരുപോലത്തെ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്,
ഇച്ചിരി ദൂരത്തിൽ നിൽക്കുന്നതാ ഒരു നോക്കമായിട്ടും വരുന്നത്. ഞാൻ വന്നതിന് ശേഷം അതൊക്കെ മാറ്റിയതാ. ലോക നാടുകളുടെ അടുത്തൊക്കെ എത്ര ക്ലോസ് ആയിട്ടിരിക്കാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്തു. ആ ഡിസ്റ്റൻസ് എന്നുള്ള ഒരു കാര്യം ഞാൻ എടുത്തു. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ക്ലോസ് ആവുന്നത് കാണുമ്പോൾ തന്നെ ബി അദ്ദേഹത്തിനടുത്തോട്ട് പതിയെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നേക്കും. അതുപോലെ തന്നെ ആ സിയും, അതായത് അദ്ദേഹം മോഡിയുടെ അടുത്തോട്ട് പോയി നമ്മൾ പിന്നീട് നിൽക്കാൻ പാടില്ല, നമ്മൾ പെട്ടെന്ന് കയറണമെന്നും പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇന്ത്യയുടെ ഒപ്പം ക്ലോസ് ആവണമെന്നൊരു ചിന്ത വരും. ഇന്ത്യയുടെ അടുത്ത് വരണമെന്നുള്ളൊരു കോമ്പറ്റീഷൻ തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. പണ്ട് ആളുകൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അതായിരുന്നു ശരിക്കും തെറ്റ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വേറെ രീതിക്കാവുള്ളേ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ഞാൻ ഇസ്രയേലിലോട്ട് പോകാനിരുന്നതാ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ലോകാനുഭവമുള്ള ഒരുപാട് ആളുകൾ ഓരോന്നും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അടുത്ത് ഓരോ ആലോചനകൾ പറഞ്ഞു. സാറേ, ഇസ്രയേലിലോട്ട് പോയാൽ പാകിസ്ഥാനിലോട്ടും പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ നാടിലെ സെക്യൂറിലിസത്തിന് അർത്ഥവും ഇത് തന്നെയാ. ഹനുമാന്റെ അമ്പലത്തിൽ പോയാൽ വൈകുന്നേരം ഹിഫ്താറിനുള്ള വിരുന്നിനും പോകണം. അങ്ങനെയുള്ളൊരു ചിന്താഗതി ആയിരുന്നു എല്ലാവർക്കും. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇസ്രയേലിന് ഞാൻ തനിച്ചേ ഞാൻ പോകത്തുള്ളൂ. എന്നിട്ട് ഞാൻ അങ്ങനെയാ പോയതും. അതിനെ പാകിസ്ഥാനോടൊപ്പം ചേർക്കാനും പാടില്ല. ഞാൻ പാലസ്തീനും പോവും, പിന്നീട് ഞാൻ റിട്ടേണും വന്നേക്കും. രണ്ടും കൂടെ ഒരുമിപ്പിച്ച് നോക്കുമ്പോൾ ഈ സെക്യുലറിസം രക്ഷിക്കാനായിട്ട് നമ്മുടെ നാടിന് ഞാൻ ബലി കൊടുക്കത്തില്ല. അത് ഞാനുള്ളവരെ നടക്കത്തില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇസ്രയേലിലോട്ട് പോയ ആദ്യ ഇന്ത്യ പ്രധാനമന്ത്രി ഞാനാ. പതിയെ എല്ലാ പരിപാടിയും തീർത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. 2-3 മാസത്തിന് ശേഷവും പാലസ്തീൻ്റെ പ്രയാണവും തുടങ്ങി. ഞാൻ നേരെ പാലസ്തീനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ജോർഡനിലോട്ടും പോകേണ്ടതായിരുന്നു. അപ്പോൾ ജോർഡൻ രാജാവിന് മുഹമ്മദിൻ്റെ ഒരു സന്തതി ഉണ്ടായിരുന്നു. ജോർഡൻ കിങ്ങിന് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു സന്തതി ഉണ്ടായിരുന്നു. ഞാൻ ആ വഴിയാ വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ മാറ്റാമെന്നും പറഞ്ഞു. നിങ്ങൾ ജോർഡനിലോട്ട് വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ നാടിൽ നിന്ന് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് വരണ്ട, നമ്മുടെ നാട്ടിലുള്ളത് ഉപയോഗിക്കാം. മുഴുവൻ ഏർപ്പാടും എൻ്റേതായിരിക്കും എന്നും പറഞ്ഞു. ജോർഡനിലെ രാജാവ് കുറച്ച് ദിവസത്തിന് മുമ്പ് ഇസ്രയേലിലോട്ട് പോയിട്ട് വന്ന പ്രധാനമന്ത്രിക്ക്, അതുമാത്രമല്ല, ഞാൻ ജോർഡൻ രാജാവിൻ്റെ ഹെലികോപ്റ്ററിൽ പാലസ്തീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ 6 വിമാന നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ സുരക്ഷയായിട്ട് എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പറന്നു. അതേ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജോർഡൻ ആണെങ്കിൽ എനിക്ക് നല്ല മര്യാദ തരുന്നുണ്ട്. ഈ സ്ഥാനത്ത് ഇസ്രയേലും മര്യാദ തരുന്നു. ഞാൻ പാലസ്തീനിലോട്ട് പോകുന്ന കാര്യം ഇസ്രയേലിനും അറിയാം. അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് മര്യാദ അവർ തന്നു. ഞാൻ എനിക്കെന്ന് പറയുന്നത് ഈ മോദിയെക്കുറിച്ചല്ല, ഈ നാടിന് വേണ്ടി. പാലസ്തീനിലോട്ട് പോകുമ്പോൾ ഇസ്രയേലിൽ എന്ത് മര്യാദ കിട്ടിയോ അത് തന്നെ എനിക്ക് കിട്ടി. അത് മാത്രമല്ല, അവിടെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ലാണ്ട് ഇതിനർത്ഥം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ജാവഹാറിൽ തുറമുഖത്തിന് വേണ്ടി ഒപ്പന്ത വിട്ടു, ഇറാൻ്റെ ഒപ്പം. അത് ഈ മുഴുവൻ ഏഷ്യ ഖണ്ഡത്തിനും ഒരു വലിയ മാറ്റം കൊണ്ടുവന്നേക്കും. എന്തായാലും ഇന്നലെയും നിങ്ങളത് കണ്ടിരിക്കും. അഫ്ഗാനിസ്ഥാന്റെ താലിബാനിലുള്ള നിർവാഹം ഈ തീരുമാനത്തെ നല്ല രീതിക്ക് അഭിനന്ദിച്ചിട്ടുണ്ട്. ഇറാന്റെ മേത്ത് അമേരിക്ക തടസ്സം വിധിച്ചു. ഇസ്രയേൽ, അമേരിക്ക പോലത്തെ ഇറാന്റെ നാടുകൾക്ക് വേണ്ടി യുദ്ധം സ്റ്റാർട്ടാവുന്നത് നിർത്തി തുടങ്ങി. അങ്ങനെയുള്ള ഒരു പ്രഷറായിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും അവിടത്തെ രാഷ്ട്രപതി എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ് അദ്ദേഹം അന്ന് ഇല്ലാണ്ടാവേണ്ട അവസ്ഥയായി. അദ്ദേഹം മിസ്റ്റർ റൈസി റീസെൻ്റായിട്ട് അദ്ദേഹം ജീവൻ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫിനും നമ്മുടെ അലിഗഡ് യൂണിവേഴ്സിറ്റിക്കും ഒരു ചെറിയ ബന്ധമുണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായ ബന്ധം മാത്രമല്ല, കുടുംബങ്ങൾ വരെ ഒരുമിച്ചിരുന്ന ഒരു നല്ല ബന്ധമാണത്. ഒരു നല്ല കൂട്ടുകാരനില്ലാണ്ടായ വിഷമം എനിക്കിന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലാണ്ടാവുന്നതിന് കുറച്ച് ദിവസം മുമ്പ് സബാഹറിൻ്റെ ഒരു ബന്ധം ഞങ്ങൾ ഒപ്പം വിട്ട്. അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ തീരുമാനം തന്നെയായിരിക്കും. ഈ ലോകത്തിൽ ആരും അത് എതിർത്തിട്ടില്ല. ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു നാടിൻ്റെ അവസ്ഥ വെച്ച് നിങ്ങൾ ചിന്തിച്ചിങ്ങനെ പോകുവാണെങ്കിൽ ഈ ലോകവും അത് മനസ്സിലാക്കും. ശരി, ഞാനൊരു കാര്യം പറയണം. എൻ്റെ ഈ നാടിൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷനും മൂന്നാമത്തെ ഒരാളെ വെച്ച് ഒരിക്കലും തീരുമാനിക്കത്തില്ല. എൻ്റെ നാടിന് ഓരോ ആവശ്യങ്ങളുണ്ട്, എൻ്റെ നാടിന് ഓരോ മുൻനുറിമകളുണ്ട്. അത് കേട്ടേ ഞാൻ നടത്തുള്ളൂ ഓരോന്നും. അതുപോലെ തന്നെ ഒരു കാര്യം,
കൊറിയയ്ക്കും ജപ്പാനും ഇടയുണ്ട്. ഒരുപാട് രാഷ്ട്രപതികൾ കൊറിയയിൽ ചെന്നാൽ ജപ്പാനെ ചേർക്കും, ജപ്പാനിൽ ചെന്നാൽ കൊറിയ ചേർക്കും. ഇങ്ങനെ ഒരു ക്ലബിംഗ് ഉണ്ടാവും. അത് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കുണ്ടെന്നാണ് അവർ പറഞ്ഞേ. ഞങ്ങളെ വന്ന് തനിച്ച് കാണാൻ പാടില്ലേ? ശരി, ഞാൻ വന്നേക്കാം. ഞാൻ കൊറിയയ്ക്ക് തനിച്ച് പോയി, പക്ഷേ ജപ്പാനിലോട്ട് പോയില്ലായിരുന്നു. ജപ്പാനിലോട്ട് പോയപ്പോൾ കൊറിയയിലോട്ടും പോയില്ല. ഇതെല്ലാം നല്ല തെളിച്ചാണിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അത്ര അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ലോക നാടുകൾക്കിടയിലുള്ള ചെറിയ ചെറിയ ബന്ധങ്ങൾ അത് നല്ല രീതിക്കൊന്ന് ഞാൻ റിസർച്ച് ചെയ്ത് എന്തായാലും നോക്കും. ഞാൻ ആരെന്ത് അഡ്വൈസ് പറഞ്ഞാലും അത് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനും ഇന്ന് ഇന്ത്യയെ എല്ലാവരും അഭിനന്ദിക്കുന്നതും. ആ ബഹുമാനത്തിനുള്ള ഒരു ഉദാഹരണവും ഞങ്ങൾ കണ്ടു. ഉക്രൈനിൽ നിന്ന് പുറപ്പെടുമ്പോൾ പാകിസ്ഥാൻ രാജ്യത്തുള്ള കുട്ടികൾ പോലും ഇന്ത്യയുടെ ഫ്ലാഗ് എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടില് എന്താ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം. ഈ നാട് എടുത്ത ഓരോ തീരുമാനത്തിലും എന്തെങ്കിലും ഒന്ന് നല്ലതായിട്ട് നടന്നാൽ അത് മനസ്സിലാക്കാത്തവരെന്തെങ്കിലും ഒന്ന് അനങ്ങാണ്ടിരിക്കാവല്ലോ. അങ്ങനെ അല്ലെങ്കിൽ അവരത് അഭിനന്ദിക്കേണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനെതിരായിട്ട് ഒരുപാട് പത്രക്കാരെന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഉക്രൈൻ്റെ അടുത്ത് സംസാരിച്ചതാണോ എന്ന്, ശരിക്കും പുട്ടിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിച്ചോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വേണമെങ്കിൽ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഇതല്ലാണ്ട് ഇപ്പൊ എന്താ പറയാൻ പറ്റുന്നത്? കാരണം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കാരണം രണ്ട് രാജ്യത്തെ നേതാക്കന്മാർ ഒന്നിച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് വഴി ഒരുക്കി കൊടുക്കുന്നത്. അതായത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്ത്യ ദേശീയ കൊടിക്ക് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഇവരൊരിക്കലും അത് വിശ്വസിച്ച് കാണത്തില്ലല്ലോ. ഇന്ന് എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയ നല്ലൊരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതിനെക്കുറിച്ച് നോക്കും, ഒരുപാട് നോക്കും ഞാനത്. ഈ പ്രാവശ്യം ആദ്യമായിട്ടത് നേപ്പാളിലൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ മനസ്സിലായി. ഒരുപാട് സഹായം ചെയ്തു. അപ്പോൾ നമ്മുടെ കടമയാണ്. അതിനുശേഷം ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം എനിക്ക് ഒരുപാട് കടമകൾ ഞാൻ ചെയ്തിരുന്നതാണ്. അത് ചെയ്തല്ലേ പറ്റൂ. അതിനുശേഷം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാം മുൻപിൽ നിന്ന് ചെയ്തു കൊടുത്തിരുന്നു. അവിടെ വെച്ച് ഞാൻ കണ്ടതാ, ഈ ലോകത്തിൽ നിന്ന് വന്നിരുന്ന 40 നാടുകളിലെ ജനങ്ങളെയും ഞങ്ങൾ സഹായിച്ച് നേപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എല്ലാവരെയും മാറ്റി നിർത്തി. അന്നായിരുന്നു എനിക്കൊരു കാര്യം പിടികിട്ടിയത്. ഇതുവരെ മനുഷ്യത്വമുള്ള സഹായമൊക്കെ എന്താന്ന് വെച്ചാൽ അത് മുകളിലുള്ള നാടുകളുടെ സഹായം അത് അവർ കരുതിക്കൊണ്ടിരുന്നു. അതെന്തുകൊണ്ട് ഇന്ത്യ ഏറ്റെടുക്കാൻ പാടില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കോവിഡിന്റെ സമയത്ത് നിങ്ങൾ കണ്ടിരിക്കും, നമ്മൾ ചൈനയിൽ നിന്നും ഒരുപാട് ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരുപാട് വിദേശങ്ങളിലുള്ള ജനങ്ങളെ നമ്മൾ കൊണ്ടുവന്നല്ലോ. യമനിൽ പ്രശ്നം വരുന്ന സമയത്ത് മറ്റുള്ള നാടുകളിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവന്ന് അവരവരുടെ നാട്ടിലോട്ട് അയച്ചു. സൂഡാനിലും ഇതുപോലെ സംഭവിച്ചിരുന്നു. അവിടെ കുടുങ്ങിയിരുന്ന വിദേശ ജനങ്ങളെയും നമ്മൾ രക്ഷിച്ചതാണ്. ഇന്ന് ഈ ലോകത്ത് നമ്മുടെ പേര് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പണ്ടിതൊക്കെ മുകളിലുള്ള നാടുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഓരോന്നും. ഇന്ത്യയെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്നായിരുന്നു അവർ വിചാരിച്ചത്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവരെ കൊണ്ടേ പറ്റുള്ളൂ, ഇന്ത്യയെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ അവസ്ഥകളെല്ലാം മാറി. ഇന്ത്യ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർ ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത് കാണിച്ചേക്കാം. അതായത് ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ താങ്കൾക്കെതിരായിട്ട് വരുമെന്ന് താങ്കൾ ചിന്തിച്ചില്ലേ? അറബ് രാജ്യങ്ങൾ നമുക്കെതിരായിട്ട് നിൽക്കാൻ തുടങ്ങും, നമ്മുടെ പ്രവൃത്തികൾ ബാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? ഇത് ശരിക്കും വളരെ നല്ലൊരു ചോദ്യമാണ്. ചിലപ്പോൾ ഇതിനെൻ്റെ ഒരു ഉത്തരം കുറച്ച് നീളമുള്ളതായിരിക്കാം. അതും ഈ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ആദ്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറയാൻ ഞാനൊന്ന് ശ്രമിക്കാം. നിങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഈ ചോദ്യം ചോദിച്ചു പോയില്ലേ. നമ്മുടെ നാട്ടിൽ കാശ്മീരിനെ കുറിച്ച് സംസാരിച്ചാൽ തന്നെ 70 വർഷങ്ങളായി അത് സർവ്വദേശ പ്രശ്നമായി മാറ്റിവെച്ചിരിക്കുക. ലോക നാടുകളും കാശ്മീരിന്റെ പ്രശ്നത്തിൽ എല്ലാവരും ചോദിച്ചോണ്ടിരുന്നു ഓരോന്നും തന്നെ. അടൽ ബിഹാരി കുറച്ചൊക്കെ ശ്രമിച്ച് തീവ്രവാദം കുറച്ച് സെന്ററാക്കി. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 370 പിന്നെ നീക്കിയതിന് ശേഷം ഒരുപാട് എതിർപ്പ് ഇങ്ങനെ അറിയിക്കണമെന്നുള്ളതല്ലാണ്ട് അത് മാത്രമായിരുന്നു എല്ലാവരും ആലോചിച്ചിരുന്നതും. പക്ഷെ നേരെ ഓപ്പോസിറ്റായി. ലോകത്തിലെല്ലാവരും ഇന്ത്യയെ ഈ കാര്യത്തിൽ ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. ഇന്ത്യ നല്ല രീതിക്ക് ക്ലോസ് ആവുമെന്ന് വിചാരിച്ച ശരിക്കും നാടുകൾ പോലും ഇന്ന് ഒരുപാട് നാടുകളും ഇന്നും അനങ്ങാണ്ട് തന്നെ ഇരുന്ന്.
അങ്ങനെ സംസാരിച്ചവർ പോലും ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു വ്യവഹാരമെന്നാ പറഞ്ഞ്. ഇതിൽ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ അറബ് നാടുകളെല്ലാം അനങ്ങാണ്ടായിരുന്നു ഇരുന്നത്. ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക നാടുകളെല്ലാം മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുള്ള കോൺഗ്രസ് തന്നെ തിരിച്ചു തന്നെ പിന്നെ പ്രശ്നം. സത്യത്തിൽ ഇന്നുവരെ ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനെന്താ അർത്ഥമെന്ന് വെച്ചാൽ അവരുടെ ഒരു ചിന്തയെ തന്നെ ശരിക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം. 370 ശേഷവും ഒരുപാട് ഇസ്ലാമിക നാടുകൾക്ക് ഞാൻ ചെന്നിരുന്നു. അവിടെയൊക്കെ എനിക്ക് ഒരുപാട് മര്യാദയും ലഭിച്ചതാണ്. എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 370 ശേഷം നമ്മുടെ നാടിനെ ചേർന്നുള്ളൊരു 8 പേർക്ക് മരണശിക്ഷ കിട്ടിയിരുന്നു. ശരി, അത് 370 ശേഷം സംഭവിച്ചതാണ്. അവരെ നമ്മളിവിടെ ജീവനോടെ വിളിച്ചുകൊണ്ട് വന്നു. മോദി സാർ, ആ സമയത്ത് പ്രതിപക്ഷത്തുള്ളവർ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഖത്തറിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു വ്യക്തി മരണശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുമ്പോൾ OWC സാർ പറഞ്ഞു, മോദിക്ക് ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരെ അറിയാമല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ലോകത്തിന്റെ വഴികാട്ടിയായി അദ്ദേഹം പറഞ്ഞു നടന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഖത്തർ എന്റെ 2ാമത്തെ വീടാണെന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുന്നു. ആദ്യം ഇതുവരെ അവർ മോദി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അവർ മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ ചില പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കാരണം ചെയ്തതായിരിക്കും. കാരണം ഈ മോദിയുടെ ബ്രാൻഡ് എന്താന്ന് വെച്ചാൽ ഈ മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഈ മോദിയെ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്കൊരു ശ്രദ്ധ എന്തായാലും കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് അവസരങ്ങൾ ഇങ്ങനെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെന്ത് പറഞ്ഞാൽ എന്താ പ്രയോജനം? അതുകൊണ്ടാണ് മോദിയെ വഴക്ക് പറയുന്നത്. എല്ലാത്തിലും ഭയങ്കര ധൃതിയാണ്. അവരെപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം അനങ്ങാണ്ടിരിക്കും, എന്തെങ്കിലും ആലോചിക്കുമെന്ന് ഓർത്താൽ മതി. മിണ്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന്. ആ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും വർഷമായി എന്നെക്കുറിച്ച് ഒരു രഹസ്യമില്ല, എല്ലാം ഓപ്പണായിട്ടാണ് ഉള്ളത്, ഫുൾ ഓപ്പണാണ്. ആരേലും ഒന്ന് ശരിക്കും അത് ചെയ്യണ്ടേ? മീഡിയയിലെ ആളുകൾ അത് ചെയ്യുന്നില്ല. എന്നോടൊന്ന് ക്ഷമിക്കണം. ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്താൽ ഇതാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമെന്നേ. അതായത് 5 ദിവസത്തെ മോഡി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, 5 ദിവസത്തിന് ശേഷം ഇതാ സംഭവിച്ചത്, 7 ദിവസത്തിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. കാരണം അതിന് അവരൊട്ടും തയ്യാറായിട്ടില്ലല്ലോ. നേരത്തെയുള്ള ആ ഒരു ചിന്താഗതിയിൽ തന്നെ ഇപ്പോഴും അവര് അത് തന്നെ സ്പ്രെഡ് ചെയ്യണം. അതിനേറ്റ പോലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് തന്നെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് അവരൊക്കെ കണക്ക് തെറ്റാവുന്നത്. ഇപ്രാവശ്യവും 400 ക്രോസ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ വിചാരിച്ചു. അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പൊ അവരെ തന്നെ നോക്കുവാണെങ്കിൽ 400 ക്രോസ് ചെയ്യുന്നുള്ള അവസ്ഥയ്ക്ക് വന്നു. ഓപ്പോസിറ്റ് പാർട്ടിക്കാരെന്താ പറയുന്നത്? ഞാൻ ഏത് ഭാഗത്തൂടെയാ വിളിച്ചോണ്ട് പോകുന്നതെന്ന് പോലും അവർക്കിതുവരെ 3 പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ആരും അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മുഴുവൻ ക്യാമ്പയിനും ചെയ്തതിന് ശേഷം മോഡി 400 ക്രോസ് ചെയ്യുവോ ഇല്ലയോ അതോ നിൽക്കുമോ എന്ന് ചോദിച്ചു. ഇപ്പൊ താങ്കൾക്കൊരു പുതിയ ഉപദേശം നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അടുത്ത് കുറച്ച് ജാഗ്രതയോടെ ഇരിക്കണമെന്ന്. അവരുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബുണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ ലാഹോറിലോട്ട് ചെന്ന് നേരിട്ട് കണ്ടിട്ട് തന്നെ വന്നു. ഇപ്പോൾ അതുപോലെ തന്നെ യാതൊരുവിധ ചെക്കിങ്ങും ഇല്ലാണ്ട് നേരിട്ട് പോകാൻ പറ്റും. അവിടെ ഒരു റിപ്പോർട്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഹായല്ല തോബ, ഹായല്ല തോബ, ഇദ്ദേഹം വിസ ഇല്ലാണ്ട് എങ്ങനെയാ വന്നത്? ടിവിയിൽ വലിയൊരു ചർച്ചയായിരുന്നു അത്, ഇദ്ദേഹം എങ്ങനെയാ വിസ ഇല്ലാണ്ട് വന്നതെന്ന്. സത്യം പറയണമെങ്കിൽ ഒരു കാലത്ത് അതും എന്റെ നാട് തന്നെയല്ലേ. മോദി സാർ, പണ്ടൊക്കെ നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് ആക്രമിച്ചിട്ട് പോകും, പിന്നെ വീണ്ടും വന്ന് ആക്രമിച്ചിട്ട് പോകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോ പാകിസ്ഥാനിലുള്ളവർ വലിയൊരു ലിസ്റ്റ് തന്നെ തരികയാണ്. ആരാണെന്ന് പോലും അറിയില്ല വന്ന് ആക്രമിച്ചിട്ട് പോകുന്നുവെന്ന്. കാര്യം ഇപ്പം അതല്ല. പാകിസ്ഥാനിലുള്ളവരൊക്കെ വിഷമത്തിലുള്ള അതെനിക്ക് നന്നായിട്ട് അറിയാം.
ആ വിഷമത്തിനുള്ള കാരണവും ഞാൻ തന്നെയാണെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാ, എൻ്റെ നാടിലുള്ള ഒരു നല്ല നേതാവ്, ഒരു നല്ല പാർട്ടിയിലുള്ള നേതാവ്, അത് ഒരു കസാബ്, അതായത് കസാബ് നമ്മുടെ ജനങ്ങളെ കൊന്നിട്ടില്ല, നമ്മുടെ ജനങ്ങൾ തന്നെയാ നമ്മുടെ ജനങ്ങളെ കൊന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആദരവായിട്ടും കസാബിന് ആദരവായിട്ടും എൻ്റെ നാട്ടിലുള്ള പല വർഷം പല പാർട്ടിന്ന് സംസാരം വന്നിരുന്നതായിരുന്നു. 26/11 ആക്രമണം നടന്നപ്പോഴും അവർ സംസാരിച്ചിരുന്നു. അവരുടെ അടുത്തിരുന്ന് ഇങ്ങനെ ഒരു വാക്കുമൂലം വരുമ്പോൾ അത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളുടെ കളിയല്ല, ഇന്ത്യയിലുള്ളവരാ ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പം നാണം കെട്ട് തലകുനിയൻ്റെ ഒരു അവസ്ഥ വരുമല്ലോ. അത് കാണുമ്പോൾ ഒരു വേദനയാണ്. അതായത് നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ആൾ അവിടുന്ന് പോയി ഇവിടുന്ന് പോയി എന്നുള്ള ഒരു പ്രധാന ന്യൂസാണ് വരുന്നത്. ഇപ്പോഴും ഇതാ കേൾക്കുന്നതും. അതിനുവേണ്ടി അവർ കരയുവാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ വയ്യ. പക്ഷെ ഇവിടെയുള്ളവരെന്തുകൊണ്ടാണ് ഈ കരയുന്നതെന്ന് അറിയാത്ത? ഇവിടെയുള്ള ചിലർ ചില നാണക്കേടായ കാര്യങ്ങളും പറഞ്ഞിരുന്നു. രാമക്ഷേത്രം തുറക്കാൻ പോകുന്ന സമയത്ത് ഉത്തം താക്കറെയുടെ പാർട്ടിയിലുള്ള ഒരു പ്രമുഖൻ പറഞ്ഞത്, രാമഭക്തരെ ട്രെയിനിൽ കൂട്ടിക്കൊണ്ടു പോകും, പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി അവരെയെല്ലാം ആക്രമിക്കുമെന്ന്, ജനങ്ങൾ മരിക്കും, അവിടെ കലാപമുണ്ടാകും, വീണ്ടും മോദി ജയിക്കുമെന്ന്. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു ട്രെയിൻ പോലും കത്തിയില്ല. ആരേലും ചെന്ന് അവരുടെ അടുത്തൊന്ന് ചോദിക്കണം, നിങ്ങൾ സമയത്തിനേറ്റ പോലെ ഭക്ഷണവും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യുന്നോ ഇല്ലയോ ഒന്നും ചോദിക്കേണ്ട വരും. ആരേലും ചെന്ന് അവരോടും ചോദിക്കേ. അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ലേ പോലും ഒന്ന് നല്ലതാണോ ചീത്തയാണോ എന്തേലും ഒന്ന് ചോദിക്കേ. അവർക്ക് എന്താ പ്രശ്നം അതിനെക്കുറിച്ചെങ്കിലും ഒന്ന് ചോദിക്കൂ. കാരണം നല്ലൊരവസ്ഥയിലുള്ളവര് സാധാരണ രീതിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. നിങ്ങളെപ്പോലെ മീഡിയയിലുള്ളവർക്ക് എല്ലാ സ്ഥാനത്തും നല്ല നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പോയി അവരുടെ അടുത്ത് ചോദിക്കണം, അതായത് അവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളോ ഇല്ലല്ലോ എന്ന്. ആരേലും ചെന്ന് അവരുടെ അടുത്തൊന്ന് ചോദിക്കണം. ഒന്നും ആയില്ല, പക്ഷെ 400 ക്രോസ് ചെയ്യും. നമ്മൾ പാകിസ്ഥാനെക്കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ളവരുടെ ചില ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ കണ്ടു. അതായത് ചന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ തന്നെ ചന്ദ്രനിലാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. കുഴിയുണ്ട്, കറണ്ടില്ല, വെള്ളമില്ല, ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതായത് അവർക്കവിടെ ഒരു നിലാവുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ചന്ദ്രനിലെ ഇന്ത്യ നാടിൻ്റെ കൊടി പറക്കണം, അത്രേ ഉള്ളൂ. വീണ്ടും മതേതരത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിരുന്നു. ചന്ദ്രയാൻ നിലത്തിറങ്ങിയ ആ സ്ഥലത്തിന് താങ്കൾ ശിവശക്തി എന്ന് പേര് വെച്ചു. ഈ നാടിൻ്റെ ഒരു ദുരദൃഷ്ടം എന്താന്ന് വെച്ചാ, എല്ലാ കാര്യങ്ങളും വാക്കിൻ്റെ അടിസ്ഥാനത്താണ് കാണുന്നത്. ആരേലും ഒന്ന് പറയട്ടെ, ശിവശക്തി എന്ന് പേര് വെക്കുന്നതിൽ എന്താ തെറ്റുള്ള? അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ പേരാ. ഞാന് ചെയ്ത തെറ്റെന്താന്ന് വെച്ചാ, അതായത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാ, ചന്ദ്രനിൽ ചന്ദ്രയാൻ ഇറങ്ങി വന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഏതെങ്കിലും BJP നേതാക്കന്മാരുടെ പേരും വെക്കായിരുന്നല്ലോ. ആരും വേണ്ടെന്ന് പറയാൻ പോകുന്നില്ല, കാരണം അവർക്കായിരുന്നു അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ ശിവശക്തി എന്നാ വെച്ച്. ആ ഒരു കാര്യം അവരെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവരെ കൊണ്ടൊന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം ഹിന്ദുസിൻ്റെ അടുത്തുള്ള ആ ഒരു ശക്തിയെ ഞാൻ നശിപ്പിക്കുമെന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്നത്തെ ആക്രമണത്തിൻ്റെ പവർ ഇപ്പോഴും അവരുടെ മനസ്സിൽ കിടപ്പുണ്ടെന്നുള്ള കാര്യം. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ ശിവൻ ശക്തി എന്ന് 2 പേരെയും കൂടെയാണ് പറഞ്ഞത്. ശിവന് വിഷം അടക്കി പിടിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അവർക്കൊന്നും അറിയത്തില്ല. രാമക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം വളരെ നന്നായിട്ട് നടന്നു. ക്ഷേത്രത്തിന്റെ പണി മൊത്തം പൂർത്തിയായി. അതിലും അവർക്ക് എതിർപ്പുണ്ട്. അത് BJPയുടെ ഒരു പ്രോഗ്രാമാക്കി മാറ്റി എന്നുള്ളതാണ്. ആദ്യം എനിക്കൊരു കാര്യം തോന്നി.
ഇതവരൊരു മതത്തിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാന്നുള്ള കാര്യം. ഈ കാര്യം മുന്നോട്ട് പോവാണ്ടിരിക്കാൻ 70 വർഷങ്ങളായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഈ വാക്കുകളൊക്കെ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ രാമന്റെ അമ്പലം കെട്ടിത്തീർത്ത ഉടനെ വോട്ടിന്റെ ഒരു കണക്കെടുപ്പിന് ഒരു അർത്ഥമില്ലാണ്ടായിപ്പോയെന്നേ. കാരണം ആ കാര്യങ്ങളൊന്നും ഇനി പ്രയോജനമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനുശേഷമുള്ള എതിർപ്പ് തുടർന്നപ്പോഴും 70 വർഷങ്ങളായി ചെയ്തതൊക്കെ വെറും വാക്കുകൾക്ക് മാത്രമല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അവർ സംസാരമൂലവും എന്തുമൂലവും, അതായത് രാമനെതിരെയുള്ളവരാ. രാമനോട് അവർക്ക് എന്തോ ഒരു ആഴമായ വെറുപ്പുണ്ടെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു അർത്ഥമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഒരു ചെറിയ പയ്യൻ റോട്ടിൽ പോകുന്ന സമയത്ത് ജയ് ശ്രീരാം എന്ന് പറയുമ്പോൾ ഞാനും ജയ് ശ്രീരാം എന്ന് പറയുന്നു. ആരേലും വന്ന് എൻ്റെ അടുത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാനും നമസ്കാരം എന്നേ പറയത്തുള്ളൂ. ആരെങ്കിലും ഹലോ എന്ന് പറഞ്ഞാൽ ഞാനും ഹലോ എന്നേ പറയുള്ളൂ. ആരെങ്കിലും ജയ് ശ്രീരാം എന്ന് പറയുമ്പോൾ ഞാനും ജയ് ശ്രീരാം എന്നേ പറയും. നിങ്ങൾ തന്നെ അത് കണ്ടിരിക്കും. അവരുടെ മുന്നിൽ ആരെങ്കിലും ജയ് ശ്രീരാം എന്ന് പറഞ്ഞു പോയാൽ അവരുടെ മോഹം തന്നെ വല്ലാതൊരു രീതിക്ക് മാറിയേക്കും. വാ തന്നെ തുറക്കത്തില്ല. അവരെന്തോ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയത്തുമില്ല. നിങ്ങളും ഒന്ന് ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എന്താ പറ്റാൻ പോകുന്നത്? അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ രാമജന്മഭൂമിയുടെ നിരക്കെട്ടിലുള്ള ഈ ഭൂമിയിൽ ശരിക്കും നമ്മൾ അഭിനന്ദിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം രാമന്റെ അമ്പലം കോർട്ടിൽ നിന്ന് ഓർഡർ വന്നതിന് ശേഷമാണ് കെട്ടിയേക്കുന്നത്. കോർട്ടിൽ പോലും ആരൊക്കെയാ തടസ്സം വരുത്തി വെച്ചെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. 2019 പോലും ഇപ്പൊ റിസൾട്ട് അറിയിക്കേണ്ട, അതായത് BJPക്ക് അത് ഫലമായി പോകുമെന്നാ പറഞ്ഞേ. ഇത് കോർട്ടിൽ പറയപ്പെട്ട കാര്യമാ. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാ ഇത് പറഞ്ഞത്. ശരിക്കും ശരി, ഇതൊക്കെ വിട്ടുകളാ. കോർട്ടിൽ നിന്ന് ജഡ്ജ്മെന്റ് വന്നതിന് ശേഷവും ആ ആളുകളൊക്കെ അവരുടെ വീട്ടിലോട്ട് ചെന്നു. അവിടെ ചെന്ന് മര്യാദയ്ക്ക് അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതായിരുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതൊക്കെ മറന്നു വരാൻ. അവരുടെ അടുത്ത് പോയതുപോലെ തന്നെ തലമുറകളായിട്ട് തന്നെ ഇങ്ങനെ കോർട്ടിൽ കേസ് നടത്തിക്കൊണ്ടിരുന്ന അൻസാരിയുടെ കുടുംബത്തിലോട്ടും ചെന്നു. അവരുടെ മകൻ ഇക്ബാൽ അൻസാരി രാമജന്മ ഭൂമിയുടെ കേസിലെ എതിർപക്ഷത്തും ബാബർ മസൂദിക്ക് വേണ്ടി അവിടെ പോരാടിയതാ. അദ്ദേഹത്തെ റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ച് ഇപ്പോ നീതിപീഠത്തിൽ ഉത്തരവ് അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം. തീരുമാനങ്ങൾ ജനങ്ങൾ എടുക്കട്ടെ. ഇക്ബാൽ അൻസാരിയുടെ കുടുംബം ജീവിതം മുഴുവൻ ബാബർ മസൂദിക്ക് വേണ്ടി നീതിപീഠത്തിൽ പോരാടിയതായിരുന്നു. രാമജന്മഭൂമിക്ക് എതിരെ പോരാടിയതായിരുന്നു അവർ. പക്ഷേ സുപ്രീം കോർട്ടിൽ തീർപ്പ് അറിയിച്ചതിന് ശേഷം അവര് തന്നെ വന്ന് പ്രാണപ്രതിജ്ഞയുള്ള പ്രോഗ്രാമിൽ അവരവിടെ വന്നു. പക്ഷെ ഇവരത് വേണ്ടെന്നും പറഞ്ഞതായിരുന്നു. ഇതുകൊണ്ടാ ഇവരുടെയൊക്കെ ചിന്താഗതി ഇങ്ങനെയായിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥയിലുള്ള. അത് മാത്രമല്ല, അതിനുശേഷം എനിക്ക് അറിഞ്ഞത് ഇക്ബാൽ അൻസാരി അതായത് ഒരു പണക്കാരനല്ല, ഒരു സാധാരണ കുടുംബത്തിലുള്ള ആളാണ്. അദ്ദേഹം രാമന്റെ അമ്പലത്തിന്റെ അടുത്ത് ഒരു മോഡ്യൂൾ ഉണ്ടായിരുന്നു, അതൊരു പലകയില്. അദ്ദേഹം അത് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർ ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിന് ആ മോഡ്യൂൾ സമ്മാനമായിട്ട് കൊടുത്തു. ഇക്ബാൽ അൻസാരി അദ്ദേഹത്തിന് സമ്മാനം നൽകിയതായിരുന്നു. അത് അദ്ദേഹത്തിന് പ്രധാനമായി തോന്നിയതുകൊണ്ട് അദ്ദേഹം ഒരു പോരാട്ടം നടത്തി. പക്ഷെ നീതിപീഠത്തിൽ തീർപ്പ് വന്നതിന് ശേഷം അത് മുഴുവൻ മനസ്സോടെ സമ്മതിച്ചു. എന്ന് വെച്ചാൽ ഇക്ബാൽ അൻസാരിയുടെ ഈ മതം വെച്ചുള്ള നോട്ടത്തിൽ അതാണോ ശരി, അതോ ഇവർ നോക്കുന്നതാണോ ശരി? ഇതാണ് നാടിന് വിഷമം കൂട്ടുന്ന ഒരു കാര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് താങ്കളെ ഇപ്പോൾ വർഗീയവാദി, കമ്മ്യൂണൽ, ജനങ്ങളെ ഹിന്ദു മുസ്ലിം എന്ന് പിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അതായത് നോക്കുകയാണെങ്കിൽ ഒന്നാരെങ്കിലും പുതിയതായിട്ട് ഡിക്ഷണറി എഴുതണം. കാരണം എല്ലാ ഡിക്ഷണറിയും കാലിയായിപ്പോയില്ലേ. കാരണം ഈ വഴക്കൊക്കെ കൂടിക്കൂടി ഡിക്ഷണറിയിലുണ്ടായിരുന്ന എല്ലാ വാക്കുകളും തീർന്നു പോയെന്നേ. ഇനി പുതിയതായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയും പിന്നെയും ഈ ഹിന്ദു മുസ്ലിം എന്ന് മാത്രം പറയാണ്ട് അവരുടെ വാക്ക് അവസാനിക്കത്തുമില്ല. കാരണം ഒരു പണി അവർ ചെയ്തിട്ടില്ല. 60 വർഷങ്ങളായിട്ട് മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിത്തം കൊടുത്തിരുന്നാൽ, അവർക്ക് ജീവിക്കാൻ നല്ല വീട് കെട്ടിക്കൊടുത്തിരുന്നാലോ, ബേസിക് ആയിട്ട് അവരുടെ വീട്ടിലോട്ട് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തിരുന്നാൽ, അതായത് കറണ്ട് പോലും, അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. അവരെന്നും ചെയ്തില്ല. അവരെ ഇട്ട് പേടിപ്പിക്കണം. അതായത് അവർ വന്നാൽ കൊന്നുകളയും. ഇങ്ങനെയാ. അദ്ദേഹമാണ് മോഡി. ഇപ്പൊ അതിൽ യോഗിനെയും കൂടെ ചേർത്തിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ.
നിങ്ങൾ എപ്പോൾ നോക്കുവാണെങ്കിലും അതും ഇതും പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അതായത് മുസ്ലിം സമൂഹത്തിലും ഇപ്പോ കാര്യങ്ങളുടെ നോട്ടവും ചിന്താഗതിയും എല്ലാം സത്യത്തിൽ മാറുകയാണ്. ഞാൻ ഈ മതം കൊണ്ടു നടക്കുന്ന നേതാക്കളെ കുറിച്ചല്ല പറഞ്ഞത്. അവരുടെ സ്വയം ലാഭത്തിന് വേണ്ടി സംസാരിക്കുന്നവരെല്ലാ സമൂഹത്തും ഉണ്ട്. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ എനിക്ക് പൊതുജനങ്ങളോട് സത്യത്തിൽ ഒരുപാട് ബന്ധമുണ്ട്. എന്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞു കൊടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ ഒന്നിലും ബാധകപ്പെടുത്തൊന്നുമില്ല. അതായത് തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടി. മോദി സാർ, ഇത്രയും കാലം ഭരിച്ച ഒരു നേതാക്കന്മാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് റിസർവേഷൻ നൽകണമെന്ന് ധൈര്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുക. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്. എഴുതിത്തരണം, ഞാൻ നാടിനെ തന്നെ ഉത്തരവാദിത്വം എടുക്കുമെന്ന്. ആദ്യം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ റൂൾസ് മാറ്റി എഴുതില്ല എന്നും പറഞ്ഞ്, രണ്ടാമത്തേത് രാഷ്ട്രീയ കാര്യങ്ങൾ മാറ്റി മതം വെച്ച് ഒരു നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല എന്നും പറയണം. മൂന്നാമത്തെ SC ST OBC ജനങ്ങളുടെ ഈ സ്ഥാനമൊക്കെ മാറ്റി മതങ്ങളൊക്കെ വെച്ച്, അതായത് മറ്റൊരാൾക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യണം. എഴുതി തരണം. അത് കൊടുക്കത്തില്ലല്ലോ. ഈ നാടിന് വേണ്ടി എഴുതി തരണം. ഒന്ന് പറയാൻ പോലും ധൈര്യമില്ലല്ലോ. അല്ല, അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? ഞങ്ങളുടെ മാനിഫെസ്റ്റോ കണ്ടു നോക്കെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരെങ്കിലും പറഞ്ഞത് ഞങ്ങൾ കറപ്ഷൻ നടത്തുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ? കറപ്ഷൻ ഉണ്ടാവുമെന്നുള്ള വാക്ക് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ 50-60 വർഷത്തെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ നിങ്ങൾ എടുത്തു നോക്കണം. ഒരു മാനിഫെസ്റ്റോയിലെങ്കിലും നിങ്ങൾ അവരുടെ ഈ കറപ്ഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് പറയണം. കറപ്ഷൻ നടക്കുന്നില്ലേ അവരുടെ ഭാഗത്തുനിന്ന്? നിങ്ങൾ എന്തുകൊണ്ടാണ് കറപ്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ആ മാനിഫെസ്റ്റോയിലുണ്ട് ഞങ്ങൾ ഈ കറപ്ഷൻ നടത്തിയെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തന്നെ ഇതൊന്ന് നോക്കണം. അതുപോലെ ഈ രാജാവ് പറയുന്ന ഒന്ന് കേൾക്കണം. അവരുടെ മാനിഫെസ്റ്റോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒപ്പന്തം വയ്ക്കുന്നത് പോലും മതം വെച്ചാൽ നൽകുന്ന അത്ര. ഉദാഹരണത്തിന് ഒരു പാലം പണിയണമെങ്കിൽ ഇപ്പം ഈ ഒപ്പന്തമൊക്കെ എങ്ങനെയാണ് നൽകുന്നത്? അവരുടെ അടുത്ത് ഇത്രയും വളങ്ങളുണ്ട്, അവർക്കതിനുള്ള കഴിവുണ്ടോ, എന്താ അനുഭവം ഉള്ളത്, ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് ഉള്ളത്, നിധി വലിമ എത്രത്തോളം ഉണ്ട്, ടെക്നോളജി അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒപ്പന്തം നൽകേണ്ടത്. പക്ഷെ ഇവരെന്താ പറയുന്നേ? ഇതിലും സ്ഥാനം ഒതുക്കിയെന്നാ പറഞ്ഞു വരുന്നേ. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് പാലം പണിയണോ അതോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണോ, അതോ വേറെ എന്തെങ്കിലും ചിന്തകളുണ്ടോ? അത് മാത്രമല്ല, അവരുടെ മാനിഫെസ്റ്റോയിൽ ഇനിയും എന്താ ഉള്ളത്ര, സ്പോർട്സ് കളികളിൽ പോലും മതങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയാണ് സ്ഥാനം കൊടുക്കുന്നത്ര. ഒരു മനുഷ്യൻ രാവിലെ 4 മണിക്ക് എണീറ്റ് വിയർത്തൊലിച്ച് ശ്രമിച്ചതിന് ശേഷമാണ് ഒരു വീരനാകുന്നത് തന്നെ. ജീവിതത്തിലെ 15-20 വർഷത്തോളം അതിനുവേണ്ടി തന്നെ കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും എന്താ പറയുന്നത്? നീ ഈ കുടുംബത്തിലെ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് ഈ ചാൻസ് കിട്ടത്തില്ല. ആ കുടുംബത്തിലെ നീ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് ആ ചാൻസ് കിട്ടുമെന്നു. ഇതൊക്കെ എന്താ ന്യായം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് മാനിഫെസ്റ്റോയിൽ എഴുതുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ഒരു നാടിന് നടത്താൻ പറ്റുമോ? ഞങ്ങളുടെ മാനിഫെസ്റ്റോ എല്ലാവരും ഒരുമിച്ചിരിക്കുക, കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുക. പക്ഷേ മോദി സാർ, ഇതുവരെ ഖാൻ മാർക്കറ്റ് കൂട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം വ്യക്തമായിട്ട് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അതായത് എന്നെക്കുറിച്ച് ആലോചിച്ച് കരയാൻ അങ്ങനെ ആരും തന്നെ ഇല്ല. ഞാൻ ഈ നാടിന് വേണ്ടിയാ ജീവിക്കുന്നേ, ഈ നാടിന് വേണ്ടിയാ പോരാടുന്നേ. എന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഈ നാടിന് വേണ്ടി മാത്രമാണ്. അത് വേസ്റ്റാക്കാൻ ഞാൻ വിടത്തില്ല. എന്റെ ഓരോ സെക്കൻഡ് ഈ നാടിന് വേണ്ടിയാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കാൻ ഞാൻ വിടത്തില്ല ഇതിന്ന്. അതുകൊണ്ട് ഒരുപക്ഷെ തെറ്റെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയണം. ഇന്നലെ എനിക്കൊരു ന്യൂസ് കിട്ടിയിരുന്നു. അതായത് 9,000-നും മേലെയുള്ള സ്ഥാപനങ്ങളിൽ, അല്ലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ SC ST OBC സ്ഥാനങ്ങളൊക്കെ മാറ്റിവെച്ചു. അവർ മൈനോറിറ്റിയുടെ പേരും പറഞ്ഞ് അതൊക്കെ അങ്ങോട്ട് മാറ്റി. ഒരു പബ്ലിക് സെക്ടറുള്ളത് പ്രൈവറ്റ് ആക്കി മാറ്റിയാൽ കോൺഗ്രസിലെ നേതാക്കന്മാരാണ് ഒച്ച എടുത്തോണ്ട് വരുന്നത്. നിങ്ങൾ പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള കാരണം SC STക്കുള്ള കാരണങ്ങളൊക്കെ മാറുമെന്നാ പറഞ്ഞത്. ദളിതരായ ജനങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷേ നിങ്ങൾ 9,000-നും മേലെയുള്ള സ്ഥാപനങ്ങളിൽ SC ST OBC കോട്ട തന്നെ തീർത്തു കളഞ്ഞു.
ഈ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചാൽ അത് മറ്റേ കോൺ മാർക്കറ്റ് ആളുകൾ എന്ത് പറയുന്നറിയോ? മോഡി ഇടതുകാലം എന്തിനാ എടുത്ത് ആദ്യം വെച്ചത്, വലതുകാലം ആദ്യം എടുത്ത് വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവരവിടെ ചെന്നിരുന്ന്. ഒരാഴ്ചത്തോളം കളയുന്നത് ഇതിന്. പക്ഷെ അവർക്ക് ഈ SC, ST, OBC ഇത് രക്ഷിക്കാനായിട്ട് അവർക്ക് സമയവും സ്ഥാനവും ഇല്ല. എന്തുകൊണ്ടാ അവരിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാനീ പറയുന്നേ, ഒരു ഈക്കോസിസ്റ്റം അവരുടെ തെറ്റുകളൊക്കെ മറച്ചു വെച്ച് നല്ലത് മാത്രം കാണിക്കുന്നു. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ പോലും ചീത്തയായി മാറ്റി കാണിക്കുന്ന മുഴുവൻ ബലവും പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നാടൊന്ന് എച്ചരിക്കണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ എല്ലാ സ്ഥാനത്തും തോറ്റതിനു ശേഷവും നീതിപീഠത്തെ കുറ്റം പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു വന്നോണ്ടിരിക്കും. നീതിപീഠത്ത് ചെന്നിരുന്ന് അവിടെ ഉള്ളവരൊക്കെ പ്രഷറാക്കി അയച്ചേക്കണം, അവസ്ഥയൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കാൻ. ഇത് നാടിന് തന്നെ വിഷമമുള്ള ഒരു കാര്യമല്ലേ? നിങ്ങൾക്ക് കഴിവുണ്ടാവാം, യോഗ്യത ഉണ്ടാവാം, അതൊന്നും ഒരു കാര്യമേ അല്ല. ഇത് ജനകീയതയുള്ള നാടാ. ഇവിടെ ചെന്ന് വോട്ട് മേടിക്കാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കണം. പാർലമെന്റ് വരെ തോന്നുന്നത് അവിടെ ചെന്ന് പറയും. ഗവൺമെന്റ് തെറ്റുണ്ടെങ്കിൽ അവിടെ ചെന്ന് എതിർക്കണം. അതിനായിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യത്തില്ലല്ലോ. വെറുതെ എല്ലാവരും കൺഫ്യൂസ് ആക്കും. ഇപ്പോ മമതാ ബാനർജി റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അവര് വന്നിട്ട് മോദി രാഷ്ട്രീയം തന്നെ മാറ്റിക്കളയുന്നാ പറയുന്നേ. പക്ഷേ ഇന്ദിര അവര് ഹൈക്കോർട്ടിലെ തീർപ്പ് സമ്മതിക്കില്ലെന്നും പറഞ്ഞ് എമർജൻസി ആയിട്ട് കൊണ്ടുവന്നതാ. ഇവരെല്ലാരും അതേ കൂട്ടത്തിലുള്ളവർ തന്നെയാ. അവർക്കൊക്കെ ജനകീയത്തിൽ വിശ്വാസമില്ല. അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്, ജനകീയം എന്ന് പറയുന്നത് ഇത്രത്തോളം ഉള്ളൊരു കാര്യത്തിൽ അധികാരം എടുക്കാനുള്ള ഒരു വെറും ടൂള് മാത്രമാ. അവർക്ക് ജനകീയത്തിലൊരു കാര്യം, അതായത് വോട്ടിടുന്നവരുടെ മേത്തും പിന്നെ രാഷ്ട്രീയത്തിലും പിന്നെ നാടിലുള്ള നിയമങ്ങളിലും ഒരു മര്യാദ ഇല്ല. അതുകൊണ്ട് തന്നെയാ. കാരണം ഞാൻ കുടുംബരാഷ്ട്രീയം നിർത്തിയല്ലേ സംസാരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംസാരിക്കുന്നത് ഞാൻ? കാരണം ജനകീയത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസം കുറയാൻ തുടങ്ങിയാൽ അതിനുശേഷം കുടുംബങ്ങളെ വിശ്വസിച്ച് രാഷ്ട്രീയം നടത്തേണ്ട അവസ്ഥയാവും. ആ കൂട്ടത്തിലുള്ള പലരും ഒരു സ്ഥാനത്ത് ചെന്ന് ഇനി തൊട്ട് എന്റെ മകനെ ഞാൻ ഇവിടെ ഒപ്പടയ്ക്കുവാന്ന് പറയുന്നു. ഇതെങ്ങനത്തെ ഒരു ജനകീയമാണെന്ന് പറയണം. ഇതെങ്ങനത്തെ ജനകീയമാണ്? ആരാ വിജയിക്കേണ്ടതെന്ന് ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. അച്ഛന്റെ നിയോജക മണ്ഡലമാണെന്നാണ് പറയുന്നത്. ചോദ്യം അത് തന്നെയാ. അവർ ആൽബമാണ് കാണിച്ചു കൊടുക്കുന്നത്, അമ്മൂമ്മമാരുടെ കാലത്തോട്ടുള്ളതാ. സലാം ഇന്ത്യയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഇലക്ഷൻ ഉത്സവം നമ്മൾ അദ്ദേഹത്തോടൊപ്പം ആഘോഷിക്കുകയാണ്. മോദി സാർ, പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കുറ്റാരോപണം ഏതാണെന്ന് വെച്ചാൽ മത്സരത്തിനുള്ള ഒരു തുല്യതയില്ലെന്ന്. ഒരാൾ ജയിലിലുണ്ട്, ഒരാൾ ബെയിലിലാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് ചാൻസ് ഇല്ലെന്ന് പറയുന്നവര്, അതായത് നോക്കുവാണെങ്കിൽ കളിക്കാൻ അറിയാത്തവന് അംഗീകാരവും സ്റ്റേജും കിട്ടുമെന്ന് ചൊല്ലില്ലേ ഒന്ന്? സ്റ്റേജിലെ ഈ ചാൻസ് കിട്ടുന്നവരെ നൃത്തം ചെയ്യാൻ അറിയാത്തവന് സ്റ്റേജ് ശരിയല്ലെന്ന് പറയുന്നത് കണ്ട ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ തോറ്റുപോകുന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ചാ, വിജയിച്ചത് നമ്മളാന്ന് നേരത്തെ പറയുന്നത്. അടുത്തതായിട്ട് EVM-നെ കുറ്റം പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, മൂന്നാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം EVM വ്യവഹാരം നേരത്തെ മുന്നോട്ട് വന്ന്. അതിനു മുന്നേ ഇത് കൂട്ട് പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങളൊക്കെ ഇവിങ്ങനെ എവിടെയായിരുന്നു? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഓരോ ആഴ്ചയും സുപ്രീം കോർട്ടില് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ പ്ലാൻ ചെയ്ത പരിപാടികളായിട്ട് തന്നെയാണ് നടക്കുന്നതും. ഇന്ത്യ ജനകീയ കാര്യങ്ങൾക്ക് ലോക അളവിന് കിട്ടുന്ന മര്യാദ ഇല്ലാണ്ടാക്കാൻ നോക്കുക. സത്യം പറയണമെങ്കിൽ ഇന്ത്യ ജനകീയം അങ്ങോട്ട് മുന്നോട്ട് നോക്കി പോകുന്നതല്ലേ. ഇന്ത്യയിലെ ഓരോ വോട്ടേഴ്സും നല്ല ബ്രില്യൻ്റ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. ഇതെല്ലാത്തിനും ഒരു സംശയം ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് ഈ ലോകം മുഴുവനും ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ആപത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് വെറും EVM-നെ കുറിച്ച് മാത്രമുള്ള കാര്യമല്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വേണ്ടിയുള്ള കാര്യം EVM-ലോട്ട് ഇടുന്നതാണ്. ഇന്ത്യ ജനകീയ ഓരോ കാര്യങ്ങളും ലോകം മുഴുവനും സംശയപ്പെടണമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമായിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മര്യാദ കുറയണം, ലോക അളവിന് നാണം കെടണം, അതാണ് ഇവരുടെ കളി. അതിൽ മോദി ജയിച്ചാൽ
ഇപ്പൊ ലോകത്ത് ജനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്, ശരിക്കും ജനകീയമായിട്ടുള്ള രാഷ്ട്രീയം എത്രയുണ്ടോ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക രാഷ്ട്രീയത്തിന്റെ ഒരു മൂത്ത നേതാവായിരിക്കും. ജനകീയ നാടുകളിലെ ഓരോ സ്ഥലത്തും മൂത്ത നേതാവായിരിക്കും. അതിനുള്ള കണക്ക് ഇപ്പം തന്നെ ഇവരൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഓരോ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ സംഭവിച്ചാൽ അത് മാറും, ഇങ്ങനെ സംഭവിച്ചാൽ ഇത് മാറുമെന്ന്. ആ ഒരു പേടിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബാധകമാവുന്നതൊക്കെ ഈ നാടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെയും കുറ്റം പറയുകയാണ്. നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പിലെ റൂൾസ് വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥി മരിച്ചുപോയാൽ ആ തെരഞ്ഞെടുപ്പൊന്ന് മാറ്റിവെച്ചേക്കും. മനസ്സിലായോ? ഒരുപക്ഷെ പാർലമെന്റ്, അതായത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആള് മരിച്ചുപോയെങ്കിൽ ആ സ്ഥാനത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വാക്കുകൾ മാറ്റിവെക്കും. മറ്റൊരു ഡേറ്റിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആരേലും ഒന്ന് പറയണം. രാജീവ് ഗാന്ധി എന്ന് പറയപ്പെടുന്ന ആള് പാർലമെന്റിന്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഒരു തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സീറ്റ് ക്യാൻസൽ ചെയ്തിരിക്കണം, തെരഞ്ഞെടുപ്പ് മാറ്റിയിരിക്കണമല്ലോ. പക്ഷേ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ റൂൾസും ഈ നാടുനീള തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളും നിർത്തിയത്. ഒരു ലോജിക്കും ഇല്ല അതില്. വെറുതെ ഒരു 21-22 ദിവസത്തെ അവകാശം കൊടുത്ത് അദ്ദേഹത്തിന്റെ അസ്ഥി എടുത്തോണ്ട് നാടുനീളെയുള്ള സഞ്ചാരവും നടന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ അതിനെന്ത് ചാൻസാ ഉണ്ടായിരുന്നത്? ആ തെരഞ്ഞെടുപ്പ് സ്ഥാനത്തിരുന്നവർ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പിന്നീട് അദ്വാനിക്കെതിരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിന്ന്. നിങ്ങളാണോ തെരഞ്ഞെടുപ്പിന്റെ മര്യാദയെക്കുറിച്ച് സംസാരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ നിയമപ്രകാരം നടക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യമായിട്ട് അറിയത്തില്ല. ഇതൊക്കെ സാധാരണ. കാരണം ഇത്രയും ദിവസം വരെ അതിനുള്ള എല്ലാ ബെനിഫിറ്റ്സും അനുഭവിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്റെ പാർട്ടിയുടെ നേതാവ്, ലോകത്തിലും വെച്ച് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടി, ഈ നാട്ടിൽ എത്ര വലിയ ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാവായാലും, ജനുവരി 26 ഓഗസ്റ്റ് 15 എന്റെ പാർട്ടിയുടെ അന്നത്തെ നേതാവിന് 7-മത്തെയോ 8-മത്തെയോ റോയിലായിരിക്കും സ്ഥാനം. ആ പാർട്ടിയുടെ നേതാവിന്, ഈ നാടിന്റെ ഈക്കോസിസ്റ്റമിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. രാജ്നാഥ് അദ്ദേഹമായിരുന്നു നേതാവ്. ഞാൻ കണ്ടതാ 15-നുള്ളിൽ അവരുടെ ഒരു MP പാർട്ടിയുടെ നേതാവ് പോലും അല്ല. അദ്ദേഹത്തിന് 4-മത്തെയോ 5-മത്തെയോ റോയിൽ സീറ്റ് ഉണ്ടായിരുന്നു. നാട് നീളെ ഫുള്ള് പ്രഷറായിപ്പോയി. നാണം കെടുത്തിയെന്നാ പറഞ്ഞേ. എത്രത്തോളം നിങ്ങൾ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ആർക്കാ നിങ്ങൾ ഇങ്ങനത്തെ സപ്പോർട്ട് അടിക്കുന്നത്? അങ്ങനെയുള്ളവരോടാ എന്റെ ചോദ്യം. ഇതാണോ ജനകീയം? ഇതാണോ സമത്വം? സത്യം പറയുമ്പോ നിങ്ങൾക്കെല്ലാവർക്കും കഷ്ടമാണ്. അവിടെയും സത്യം പറയുന്നതിന് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ആ ശിക്ഷയ്ക്ക് വേണ്ടി മോദി എന്നും തയ്യാറ് തന്നെയാണ്. അതായത് ഇലക്ഷന് മുൻപ് 2 മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചതായി അവർ കുറ്റമാരോപിക്കുന്നു. ആരേലും പിടിച്ച് വെറുതെ ജയിലിലിടാൻ പറ്റുമോ? ഒന്ന് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളാ പൈസ കെട്ടുകൾ അവിടെ കണ്ടോ ഇല്ലയോ? അത്രയും പൈസ കെട്ടുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണോ? പറയണം. പണം മല പോലെയാ കുവിഞ്ഞു കിടക്കുന്നത്. അത്രയും പണം കിട്ടിയതിന് ശേഷം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറയത്തുള്ളൂ. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഡൽഹിയിലുള്ള പിള്ളേരുടെയൊക്കെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. ഓരോ സ്കൂളിന്റെ അടുത്ത് നിങ്ങൾ വൈൻ ഷാപ്പാണ് തുറക്കുന്നത്, അതും കറപ്ഷൻ നടത്താൻ വേണ്ടി മാത്രം. അതിനുശേഷം നിയമത്തിനനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററെ കുറിച്ച് ഹൈക്കോർട്ടിൽ എന്താ പറഞ്ഞതെന്നൊന്ന് അന്വേഷിക്കണം. ഡൽഹിയിലുള്ള മിനിസ്റ്ററെ കുറിച്ച് 2 ദിവസത്തിന് മുമ്പ് ഹൈക്കോർട്ടിൽ എന്താ പറഞ്ഞിരുന്നത്? ഉത്തരവ് പറയുന്ന നീതി വിടുവാ, അല്ലാണ്ട് ഞങ്ങളൊന്നുമല്ല. ഞങ്ങളെ കൊണ്ട് ആരെയും ജയിലിലോട്ട് അയക്കാനും പറ്റില്ല, വെറുതെ ആരെയും കൊണ്ടുവന്ന് ജയിലിൽ ഇടാനും പറ്റത്തില്ല. അത് നീതി വിടവാ തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, റെയിൽവേ ടിക്കറ്റ് പരിശോധിക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ആ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്, ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഫൈൻ ചെയ്യുന്നതും അതാണ് അവരുടെ പണിയും. നിങ്ങൾ പണിയെടുക്കുന്നവരെ അഭിനന്ദിക്കുവോ ഇല്ലയോ? ഒരു സ്ഥലത്ത് 1500 കോടിയോളം ഉള്ള ഹെറോയിൻ അവിടെ പിടിക്കപ്പെട്ടു എന്ന് വെക്കണം. അത് പിടിച്ച ആ ഓഫീസറെ നിങ്ങൾ അഭിനന്ദിക്കുവോ ഇല്ലയോ?
ഒരു ഗ്രാമത്തിൽ വലിയ കളവ് പോയെന്ന് വെച്ചോളൂ. ഒരു പോലീസ് ഓഫീസർ ധൈര്യമായിട്ട് ആ കള്ളനെയും പിടിച്ചു. നാട്ടിലെ ജനങ്ങളെല്ലാരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുവോ അതോ ഇല്ലയോ? ED 22,000 കോടി രൂപയാണ് പരിമുതൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട് തന്നെ ED അഭിനന്ദിക്കണ്ടേ? എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്ന? അപ്പൊ 22,000 കോടിയും നിങ്ങളുടേതാണോ? ഇവിടെ ഉള്ള ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? അത്രയും പൈസ പോയതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് പറയണം. നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന് പറ. ആർക്കാണോ വേദന അവർ കരയാൻ പോകുന്നു. അതുകൊണ്ടാ കരയുന്നത്. എന്ന് വെച്ചാൽ 22,000 കോടിയിൽ അവർക്കും ഒരു പങ്കുണ്ട്. അവരുടെ 10 വർഷത്തെ ഭരണസമയത്ത് 34 ലക്ഷം പരിമുതൽ ചെയ്തെടുത്തു. അതായത് ഒരു സ്കൂൾ കുഞ്ഞ് ബാഗിലെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ അത്രയും. പക്ഷെ ഞങ്ങൾ 22,000 കോടിയാ പിടിച്ചത്. ഏകദേശം 70 ടെമ്പോ വേണം. 70 ആ പൈസയൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട്. ED അവരുടെ പണിയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ പ്രധാനമന്ത്രിയായിട്ട് 2014 തെരഞ്ഞെടുപ്പില് ഇതൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നത്. ഈ പണി ചെയ്തു തീർക്കാനാ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മോദി സാർ, ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം താങ്കളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാരെ ആരും അങ്ങനെ തൊടാറില്ല. എന്ത് ചെയ്താലും രക്ഷപ്പെടാമെന്ന തോന്നലുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് നാട്ടിലെ വരുന്നത്. ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറിയ ചെറിയ ആളുകളെ മാത്രമാണ് പിടിച്ച് ഈ ജയിലിൽ ഇടുന്നത്. വലിയ വലിയ ആളുകളൊക്കെ രക്ഷപ്പെടുവാന്നത്രേ. ഇനി ഈ നാട്ടിൽ നടക്കത്തില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും 4 നല്ല വാക്ക് എഴുതണമെന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ ഈ ഭരണമൊന്നും നടത്തുന്നില്ല. TV-യിൽ മുഖം വരാനായിട്ടൊന്നും ഞാനിവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുവല്ല. എന്റെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം നന്നായിരിക്കണം, എന്റെ നാടിന്ന് കറപ്ഷൻ ഇല്ലാണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഭരിക്കുന്നത്. ചുമ്മാ മാലയണിഞ്ഞ് ചുറ്റാനായിട്ടല്ല ഞാനിങ്ങോട്ട് വന്നത്. താങ്കളുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ എന്റെ പക്കലുണ്ട്. അതിൽ പ്രായമുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നാണ് അവർ താങ്കളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിപ്പോൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ അത് കാണാം. मोदी जी पसंद है? अरे लीजिए, वो कहे वाली बात है। सबसे बेस्ट काम कर रहा है, सबसे उन्नति हो रहा है देश का। मोदी अच्छा नहीं का और कौन अच्छा है? इतना पार्टी आया, इतना गया, कोई देश का भलाई किया? वो जब तक रहेंगे तब तक देश चलाएंगे। पैर दिया, अच्छा, लैट्रिन दी, पानी दिया, पेंशन दी, वोट देता है मेरे को। अच्छा, वोट तो दोगे? वोट देंगे जरूर, ब्लॉक में देंगे। अच्छा। कुछ ना मिला। अरे हम कहिए नहीं कि योगी मोदी के लिए काम ऊपर रखूंगा, खाना हम देखूंगा। दूसरे के वोट कहीं के नहीं, हमें खाएगा देना, पैसा देना। सच्चो? सबका झूठा। घर हमारा बना दिया, अच्छा, शौचालय हमारे बना दिए, 500 रुपये पेंशन आना हमारे। और क्या भाई, माँ तो मोदी है, मोदी रहेगा जब तक मेरी जिंदगी। और क्या, ऐसी सरकार तो आई नहीं जैसी सरकार है भाई। ആദ്യം ആ സ്ത്രീകൾക്കൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെ അവർ അത്രയും നല്ല മനസ്സായിട്ട് എന്നെ ആശീർവദിക്കുന്നതൊക്കെ. പക്ഷേ മീഡിയയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ വലിയ നേതാവ് പോലും ഇത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടൊന്നും അങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷേ അത് അനുഭവിച്ച ഒരാൾ സംസാരിക്കുമ്പോൾ അത്രത്തോളം ഉണ്ടാവും. അതായത് അവർ പറയുന്നത് സത്യവാ, വെറും വാക്കിൻ്റെ അലങ്കാരമല്ല, അത് മനസ്സിൽ നിന്ന് വന്ന ആശീർവാദമായിട്ടേ ഞാൻ പറയുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ബലവും. ഞങ്ങളുടെ ഗവൺമെന്റിന് ഒരു ബലമുണ്ടെങ്കിൽ അത് ഇത് തന്നെയാ, ലാസ്റ്റ് മൈൽ ഡെലിവറി. അവസരങ്ങൾ എപ്പോഴും അവസാനത്തെ ജനം വരെ വന്ന് ചേർന്നേ പറ്റൂ. അതെനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഈ പണി ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ആ അമ്മമാര് എന്നെ ആശീർവദിക്കുന്നതും അതുകൊണ്ട് അവർ ഇത്രത്തോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും. ചന്ദ്രായൻ പോകണമെങ്കിലും ഇത്രത്തോളം കഷ്ടപ്പാട് അതിലുമുണ്ട്. മുഴുവൻ വളർച്ച തന്നെയാണ് എൻ്റെ നോക്കവും. അതിന് ഞാൻ എന്തായാലും ശ്രമിക്കും. അമ്മമാരുടെയും സ്ത്രീകളുടെയും ആശീർവാദം എനിക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യം തന്നെ. മോദി സാർ, ജനങ്ങൾക്ക് പണം നേരിട്ട് അവരുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ അത് ഡിജിറ്റൽ രീതി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എസ് ജയശങ്കർ ഈ പ്രോഗ്രാമിന് വന്നിരുന്നു. അദ്ദേഹം രസകരമായ ഒരു കാര്യം പറഞ്ഞു. അതായത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മകനെ കാണാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയി. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മൊബൈൽ ഫോണിൽ അത് കാണിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പറാണ് എടുത്ത് കാണിച്ചത്. അപ്പോഴാണ് ഇത് ഇന്ത്യ, ഇത് അമേരിക്ക എന്ന് അവർക്ക് തോന്നിയതെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് സത്യത്തിൽ. പക്ഷേ പാർലമെന്റില്
നാടിൻ്റെ സുപ്രീം കോർട്ടിൽ നല്ല റെസ്പെക്റ്റ് ഉള്ള ഒരാള് ഒരു കാലത്ത് നാടിൻ്റെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് ഇരുന്ന അദ്ദേഹം പാർലമെന്റിൽ വന്ന് നിന്ന് ഇക്കാലത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ മൊബൈലിനെ കുറിച്ച് ആർക്കെന്തറിയാം, ഇന്റർനെറ്റിനെ കുറിച്ച് ആർക്കെന്തറിയാം, ഈ ഫിൻടെക് ഒക്കെ എന്തിനാണ് അദ്ദേഹം ചോദിച്ചത്. ഇതൊത്തിരി പഴയ കാര്യമൊന്നുമല്ല, കുറച്ച് വർഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാട് ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് മാറി. G20 നാടുകളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടതാ, ഓരോ നാടുകളും അത് കേട്ട് മാറിയതാ. ഇത്രയും വലിയ മാറ്റം എങ്ങനെയാ വന്നതെന്നാ അവർ ചോദിച്ചത്. ഇപ്പോഴും പുറം നാടുകളിൽ നിന്ന് ഓരോ ദിവസം വിരുന്നാളികൾ വന്നാൽ നമ്മുടെ എംബസി തെരുവിലുള്ള കച്ചവടക്കാരനടുത്ത് വിളിച്ചുകൊണ്ട് പോയി കാണിക്കും, ഇദ്ദേഹവും ഓൺലൈനിൽ പൈസ മേടിക്കുവാന്ന് കാണിക്കും, ഓൺലൈനിൽ മേടിക്കുവാന്ന്. മൊഴി അറിഞ്ഞില്ലേലും സാരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിജയിച്ചിരിക്കുന്നത്. കോവിഡിന്റെ കാലത്തിൽ ഒരുപാട് പണമുള്ള നാട് പോലും അവരുടെ ജനങ്ങൾക്ക് പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ അടുത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ കർഷകർക്കൊക്കെ വിധി അയക്കുന്ന സമയത്ത് 2000 രൂപ വർഷത്തിൽ 3 പ്രാവശ്യം, എനിക്ക് 30 സെക്കൻഡേ ആവുള്ളൂ. 11 കോടി കണക്കിൽ പോയി പണം ചേരാനായിട്ട് വെറും 30 സെക്കൻഡ്. ഞങ്ങള് ടെക്നോളജിയൊക്കെ കറപ്ഷനെതിരായിട്ടുള്ള ആയുധമായിട്ടാണ് പ്രയോഗിക്കുന്നത്. ഒരു ഭാഗത്തെ ഏജൻസി അവരുടെ പണികൾ ചെയ്യുന്നുണ്ട്, മറ്റേ സമയത്ത് ഞാൻ ടെക്നോളജി മൂലം പല കാര്യങ്ങളും കൊണ്ടുവരികയാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മൂലം ഞങ്ങൾ വെറുതെ 35-38 ലക്ഷം കോടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഒരു വട്ടം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് 1 രൂപ വന്നാൽ 15 പൈസയെ ജനങ്ങൾക്ക് പോയി ചേരുന്നുള്ളൂ എന്ന്. അപ്പോ ആ 85 പൈസയും ഏത് കൈകളാ എടുത്തതെന്ന് ചോദിക്കണ്ടേ? കാരണം അന്ന് പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ അവരുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ കൈകളിൽ ചൂലുകൊണ്ട് ഇതിനു മുന്നേ 85 പൈസയോളം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 95 പൈസ വെച്ച് പോയിട്ടുണ്ടാവും. കാരണം അതിന് ഏറ്റവും പോലെ എല്ലാം എളുപ്പമായല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 38 ലക്ഷം കോടി രൂപ അക്കാലത്തെ രീതിക്ക് പോയിരുന്നാൽ ഏകദേശം 28 ലക്ഷം കോടി രൂപ ആരേലും ഒരാൾ എന്തായാലും എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഈ പൈസ നേരിട്ടാ പോകുന്നത്, അവരുടെ ബാങ്കിലെ കണക്കിലോട്ടാ പോകുന്നത്. ആ മനസ്സുകൊണ്ട് വന്ന ശബ്ദങ്ങളാണത്. അതുകൊണ്ട് അത്രയും നല്ല രീതിക്ക് അവർ നമ്മളെ ആശീർവദിക്കുന്നതും. ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ട് ഡൽഹിയിൽ അവരുടെ മകൻ ഇരിപ്പുണ്ടെന്നുള്ളത്. അതിന്റെ വെളിപാടാണതൊക്കെ. അതായത് ഇതിനു മുൻപ് സർക്കാരുകൾ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, സിസ്റ്റവും ഇതുതന്നെയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് താങ്കൾ എന്താണ് മാറ്റിയത്? പണം നേരിട്ട് കൈകളിലെത്തുന്നു, ആ പ്രായമുള്ള സ്ത്രീകളും അതാണ് പറയുന്നത്. ആദ്യം പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് ഇപ്പ വരെ പ്രധാനമന്ത്രിയായിട്ടിരുന്നവര് ഏകദേശം നിങ്ങൾ നോക്കുവാണെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയത്തിലായിരുന്നു അവർ മാക്സിമം ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ പണിയെടുത്ത് വന്ന പ്രധാനമന്ത്രികൾ വളരെ കുറവാ. അങ്ങനെ വന്നവർക്കും അധികം കാലം ഒന്നും ചാൻസ് കിട്ടിയിട്ടുമില്ല. ഒരു വിധത്തിൽ ഞാൻ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി. നീണ്ട കാലം അനുഭവത്തിലൊക്കെ ഇരുന്ന് എന്റെ സ്ഥാനത്ത് അധികകാലം ഇരുന്നിട്ടുള്ള പ്രധാനമന്ത്രി ഞാനാ. ഒരു വളർച്ചയടഞ്ഞ ഒരു സ്ഥാനത്ത് ഒരുപാട് കാലത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ട് വന്നതാ ഞാൻ. അതും സാധാരണ ചീഫ് മിനിസ്റ്ററായിട്ടല്ല, പണിയെടുക്കുന്ന ചീഫ് മിനിസ്റ്ററായിട്ട്. വെറും ഫയൽ മാത്രം കാണുന്ന ആളല്ലായിരുന്നു. മാറ്റങ്ങൾ മാത്രം ലക്ഷ്യമായിട്ട് കരുതി പണിയെടുത്ത ഒരാള്. ആ അനുഭവം എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിൽ ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ആ പ്രസിന്റെ മുന്നിൽ ഇതൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. അതായത് തെളിച്ച് പറയണമെങ്കിൽ അതിന് സമയം പ്രശ്നമുണ്ടോ? ജനങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ 2 അനുഭവങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്, അതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും തെളിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിക്കായിരുന്നു ചീഫ് മിനിസ്റ്ററായ ഒക്ടോബർ 7-ാം തീയതി 2001. അതിനു മുമ്പ് MLA പോലും അല്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കാല് വെച്ചിട്ട് പോലും ഇല്ല ഞാൻ. ഈ ഗവൺമെന്റ് നടത്തേണ്ട ഒരു അനുഭവം പോലും ഇല്ലായിരുന്നു. അതുതന്നെ എൻ്റെ ജീവിതത്തിലെ സത്യവും. പെട്ടെന്ന് ഞാൻ ചീഫ് മിനിസ്റ്ററായി. അപ്പം അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി.
അത് സംഭവിച്ച കുറച്ച് നാളുകളിൽ തന്നെ റെസ്പോൺസിബിലിറ്റി വന്നു എനിക്ക്. ഞാൻ പദവിയേറ്റതിന് ശേഷം പെട്ടെന്ന് ഭൂകമ്പം സംഭവിച്ച സ്ഥലത്തോട്ട് ഞാൻ പോയി. അത് ഈ ലോകത്തും വെച്ചും തന്നെ ഒരുപാട് വലിയ ഭൂകമ്പമായിട്ടാണ് കരുതിയത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ 7-8 മാസത്തിന് ശേഷവും ജനങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവിടുത്തെ അവസ്ഥയിൽ മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിരുന്നു. ഓഫീസർമാരുടെ കൂടെയൊക്കെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു, ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് മാർച്ച് മാസത്തിനുള്ളിൽ ഇതൊക്കെ അവസാനിക്കും, മാർച്ച് മാസത്തിൽ മറ്റേത് അവസാനിക്കും, അതാ ഇതാ എല്ലാം പറഞ്ഞു അവർ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലച്ചോറിൽ ഈ ഫൈനാൻഷ്യൽ ഇയറാണ് വന്ന് നിൽക്കുന്നത്. നാടതിനേറ്റ പോലും ഓടത്തില്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവിടുന്ന് തന്നെയായിരുന്നു അത്. ഇതാ നോക്കിയാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒക്കെ കണക്ക് നിങ്ങൾ അവിടുന്ന് എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞു. ജനുവരി 26 തന്നെ 1 വർഷമാകും. ലോകത്തിലുള്ള എല്ലാ പ്രസ്സും അങ്ങോട്ട് വന്നിരിക്കും. അപ്പോൾ അവർ വന്ന് നിങ്ങൾ എന്താ ചെയ്തതെന്നൊന്ന് നോക്കും. അപ്പോൾ അവരുടെ മുമ്പിൽ ബോർഡും വെച്ചോണ്ട് ഞങ്ങളുടെ മുമ്പിൽ മാറ്റം വരുമെന്ന് നിൽക്കരുത്. ഡിസംബർ അവസാനത്തിനിപ്പുറം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് പറ. എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ തീർക്കണം. അപ്പം അധികാരികൾക്ക് ഇവൻ്റെ അടുത്ത് എന്തോ കാര്യമുണ്ടെന്ന് പിടികിട്ടി. അതിനുശേഷം ഞാൻ പറഞ്ഞത്, ഭൂകമ്പം കാരണം ബാധകപ്പെട്ട 43 ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ്. ഞാൻ അധികാരികളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ടും പോകണം. വെള്ളി, ശനി, ഞായർ ആ ഭാഗത്ത് തന്നെ നിങ്ങൾ താമസിക്കണം. ഭൂകമ്പം കാരണം ബാധകമായ ആ സ്ഥലത്ത് തിങ്കളാഴ്ച എല്ലാ ദിവസവും ഞാൻ അവിടെ ഒന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ ഏത് ഭാഗത്തോട്ടാണോ ഈ പോകുന്നത് അതിൻ്റെ ചീഫ് മിനിസ്റ്റർ നിങ്ങളത് കരുതിക്കോണമെന്ന് ഞാൻ പറഞ്ഞേ. നിങ്ങൾ തന്നെ ചീഫ് മിനിസ്റ്റർ. ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് വരാനാണ് ഞാൻ പറഞ്ഞു. അവർ പോയിട്ട് തിരിച്ചു വന്നു, മീറ്റിംഗ് വെച്ചു. അവർ പറഞ്ഞു ഇതൊന്നും സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന്. നമ്മുടെ റൂൾസൊക്കെ അങ്ങനെയാ ഉള്ളതെന്നാ പറഞ്ഞേ. ആ റൂൾസ് ആരാ വെച്ചേന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തന്നെ ഇട്ടെന്നും പറഞ്ഞു. എന്തേ, AC തന്നെ ഇരുന്നവരാ അവര്. നേരിട്ട് കളത്തിൽ ചെന്ന് ഇറങ്ങിയതിനു ശേഷമാണ് മനസ്സിലായത് ഗവൺമെന്റ് ഇട്ട റൂൾസ് തന്നെ ജനങ്ങൾക്കെതിരെ ആയിരുന്നുവെന്ന്. ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരായിരുന്നു ആ ഭാഗത്തിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന്. നിങ്ങൾ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യൂന്ന് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞേ. അതിനുശേഷം അവരെല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും മാറ്റി നമ്മൾ പ്രാക്ടിക്കലായിട്ട് നടന്നിരിക്കണമെന്ന് അവർ മനസ്സിലാക്കി. അതിനുശേഷം ശരിക്കും ഡിസംബർ അവസാനത്തിന് ശേഷം ഒരു നല്ല പരിപാടി തന്നെ നടന്നിരുന്നു. അതിനുശേഷം ജനുവരിയിൽ ഞാൻ ഡൽഹിക്ക് എത്തിയിട്ട് പ്രസ് കോൺഫറൻസ് കൊടുത്തിരുന്നു. ഞാൻ ഡൽഹിക്ക് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എല്ലാവരും വിളിച്ചിരുന്നു. കാരണം അന്ന് എല്ലാ നാടുകളിൽ നിന്നും ഗുജറാത്തിന് ഹെൽപ്പ് ചെയ്തിരുന്നല്ലോ. ജനുവരി 22-ാം തീയതി തൊട്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മീഡിയ ഇവിടെ വന്നു. നിങ്ങൾ അന്നത്തെ ന്യൂസ് എടുത്ത് കാണണം. അഭിനന്ദനങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ല. മുഴുവൻ അഭിനന്ദനങ്ങളാണ്. ഭരണവും അത് തന്നെയാണ്, രാഷ്ട്രീയവും അത് തന്നെയാണ്, വിധിമുറകളും അത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം. എല്ലാ ആളുകളുടെ ഒപ്പവും ഞാൻ മീറ്റിംഗ് വെച്ചു. എല്ലാവരും വലിയ വലിയ ഓഫീസേഴ്സാ. എന്നെപ്പോലെ 100ഓളം ഉള്ള നേതാക്കന്മാരെ കണ്ടവരാ അവര്. ചിലരൊക്കെ 3-4 പ്രധാനമന്ത്രികളെയും കണ്ടതാണ് അവര്. അവർക്ക് ഇതൊക്കെ വെറും സാധാരണ കാര്യമാ. ഇതാണ് സത്യവും. അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗ് ഇട്ടെ. നമ്മളൊരു പണിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മൊസൂറിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലം IAS ഓഫീസറായിട്ട് ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായിട്ട് ആദ്യമായിട്ട് അവർക്ക് പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലമാണത്. അവരയച്ച സ്ഥലം ചിലപ്പോൾ ഒരു ചെറിയ ഏരിയ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ പോകണം, ആ നാട്ടിലോട്ട് തന്നെ പോകണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും വിളിച്ചോണ്ട് പോക്കോ. അപ്പം നിങ്ങൾ എവിടെ താമസിക്കും, ഓഫീസൊക്കെ എങ്ങനെ ഇരുന്നു, ആ നാടെങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ചിലവൊക്കെ ഗവൺമെൻറ് നോക്കിയോളും. അതിനുശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇട്ടേച്ച് വന്ന ആ സ്ഥലം എങ്ങനെയാണ് എന്ന് പറയാം. അതിനുശേഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആവശ്യമില്ല. എല്ലാവരും വന്ന് സാർ ഞങ്ങളുടെ കണ്ണ് തുറന്നു പോയെന്ന് പറഞ്ഞു. 30 വർഷത്തിന് ശേഷം ഞങ്ങൾ പോയ സ്ഥലം ഇപ്പോഴും അതുപോലെ തന്നെയാ ഉള്ളേ. പക്ഷെ ഞങ്ങളുടെ ജീവിതം മാറിപ്പോയി. ഞങ്ങളുടെ പിള്ളേരൊക്കെ മുന്നേറി വന്ന്. പക്ഷെ നാടിപ്പോഴും അങ്ങനെയാ. ഞാൻ ചോദിച്ചു, അപ്പൊ ഈ നിബന്ധനകൾ നടത്തിയതാരാ? അവർക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് രാഷ്ട്രീയം അത് തന്നെയാ, സർക്കാരും അത് തന്നെയാ, എല്ലാം അത് തന്നെയാ, എല്ലാം മൊത്തം ഓഫീസറും. പക്ഷേ പ്രവർത്തികൾ കുറച്ച് മാറ്റിയാൽ അവസ്ഥ മുഴുവനും മാറ്റാൻ കഴിയും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലുള്ള ഓഫീസർമാർക്ക് എന്നെക്കുറിച്ചുള്ള ഒരു അനുഭവം കിട്ടിയിരുന്നു. പ്രധാനമന്ത്രി ജൻധൻ സ്കീം കൊണ്ടുവന്നപ്പോൾ അപ്പം ഞാൻ തീരുമാനിച്ചതായിരുന്നു,
ബാങ്കൊക്കെ നാഷണലൈസ് ആക്കിയിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ബാങ്കുകൾ തുറന്നിരിക്കട്ടെ എന്നുള്ളതിൽ. ഇന്ദിര അവർ സംസാരിച്ചത് കേട്ടു നോക്കണം. ഒരു രാത്രി തന്നെ എല്ലാ ബാങ്കുകളും ജപ്തി ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഞാനിവിടെ നോക്കുമ്പോൾ നാട്ടിൽ 50% ജനങ്ങളും ബാങ്കിന്റെ കതവ് പോലും കണ്ടിട്ടില്ല. അവരൊക്കെ ആരാ? SC, ST, OBC സമൂഹത്തിലുള്ളവരാണ്. ഓരോരുത്തർക്കും ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞത് കുറച്ചെങ്കിലും തുക ഇട്ട് വെച്ചിരിക്കണം, ഫ്രീ ആയിട്ടിരിക്കരുതെന്ന്. പൈസ ഇല്ലാണ്ട് എങ്ങനെയാ തുറക്കുന്നതെന്ന് ചോദിച്ചു. പിന്നീട് സ്റ്റേഷനറിക്ക് ചിലവാകുമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ ചിലവൊക്കെ ഗവൺമെന്റ് തന്നെ നോക്കിയോളും, പക്ഷേ എനിക്ക് അക്കൗണ്ട് തുറന്നിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ആദ്യം വരുന്ന അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞത് പോയി അന്വേഷിക്കണം, നിങ്ങൾ പോയി അന്വേഷിക്കണം. ആർക്കൊക്കെ അക്കൗണ്ട് ഇല്ലയോ അവരെ പോയി നിങ്ങൾ വിളിച്ചോണ്ട് വരണം എന്നാ ഞാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വളർന്നതൊക്കെ ഇവിടെയാ, പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ മാറിയോ അല്ലാണ്ട് അങ്ങനെ. അദ്ദേഹം ചോദിച്ചത് ഇത്രത്തോളം ചെയ്യണോ മോദിജി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ ഒരു മീറ്റിംഗ് ഞാൻ അങ്ങോട്ട് വെച്ചേക്കാന്ന്. നിങ്ങളും അതിൽ വന്ന് ഇരുന്നിരിക്കണം. ഓരോ ആഴ്ചയും 30-40ഓളം ഓഫീസർമാരെ വിളിക്കും. ഇന്ന് എത്രത്തോളം അക്കൗണ്ട് ഓപ്പൺ ചെയ്തെന്ന് ഞാൻ ചോദിക്കും. ഏത് ബാങ്കിൽ എത്ര അക്കൗണ്ട് തുറന്നു? പ്രൈം മിനിസ്റ്റർ ഇത്രത്തോളം ചെയ്യുന്നു അവർ ആശ്ചര്യച്ചു പോയി. ഈ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയാ. അപ്പോഴാണ് ഇന്ത്യ രാഷ്ട്രീയത്തിലുള്ള അധികാരിമാർക്കൊക്കെ മനസ്സിലായത് പണിയെടുക്കുന്ന സർക്കാർ ഇതാണെന്ന്. അതിനുശേഷം ഞാൻ ബാങ്ക് ഓഫീസർമാരോടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഓരോ ബ്രാഞ്ചിലോട്ടും ഫോൺ വിളിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൽ മാത്രം എന്തുകൊണ്ടാണ് സ്ലോ ആയിട്ട് പോകുന്നതെന്ന് ചോദിക്കും. എവിടെയെങ്കിലും നല്ല പണിയുണ്ടെങ്കിൽ അവിടെ വിളിച്ച് നല്ലത് പറയും. നിങ്ങളുടെ ഭാഗത്ത് എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിക്കും. അതെങ്ങനെ? അതിനുവേണ്ടി ഏകദേശം 3 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. ഇന്ന് എനിക്കതിൽ ഒരുപാട് സന്തോഷമാണ്. ഇന്ന് എൻ്റെ നാട്ടിലുള്ള ഓരോ ജനങ്ങൾക്കും ഒരു അക്കൗണ്ട് ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എളുപ്പത്തിൽ നടക്കുന്നതും. അത് മാത്രം നടക്കാണ്ടിരുന്നിരുന്നാൽ ഇതിനു മുന്നേ ഞാൻ അക്കൗണ്ട് തുറക്കാൻ പറയുമ്പോൾ എല്ലാവരും ആലോചിച്ചിരിക്കും, ഈ മോഡിയുടെ തലയ്ക്ക് എന്തോ പറ്റി ആരോ എന്തോ കയറ്റിയെന്ന്. പക്ഷെ മോദിയുടെ കണക്ക് എത്രത്തോളം നീളമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ വെറും ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇന്ന് ആ കണക്ക് മൂലം തന്നെ അവരുടെ ജീവിതം ഞാൻ മാറ്റുന്നുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിനുള്ള കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഒരു കാലത്തിലൊക്കെ ഈ വീട്ടിലുള്ള ജാറിലൊക്കെ പൈസ ഒളിച്ചു വെക്കും ഇങ്ങനെ. ചില സമയം ഭർത്താവിൻ്റെ കള്ളുകൂടി കാരണം ഡൽഹി സർക്കാർ അതങ്ങോട്ട് കൂട്ടിക്കെടുത്തു എന്നുള്ളൊരു പേരില്ല. പണം എവിടെ വെച്ചാലും അത് എടുത്തുകൊണ്ട് പോയേക്കും. ഞാൻ ഒരുപാട് പേരുടെ ജീവിതമാണ് രക്ഷിച്ചിരിക്കുന്നത്. അവര് നല്ല കാര്യമല്ലേ ചെയ്ത്? ഒരു ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ മറ്റൊരു ബോട്ടിൽ ഫ്രീ. കാരണം ഓരോ ബോട്ടിലിനും അവർക്ക് കമ്മീഷൻ കിട്ടും. കറപ്ഷൻ തന്നെ ബോട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും കമ്മീഷൻ തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അവരെന്താ പറയുന്നത് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പണം കെട്ടായിട്ട് കിട്ടുന്നു, അവരുടെ അടുത്ത് ഒരു ചില്ലിക്കാശ് പോലും കിട്ടുന്നില്ല. അവരിതിനു മുമ്പ് അധികാരത്തിലുണ്ടായിരുന്നത് കൊണ്ട് സർക്കാർ എങ്ങനെയാണ് നിയമപ്രകാരം നടക്കുന്നതെന്ന് അറിയാം. വഴിയൊക്കെ മുന്നേ കൂട്ടി മൂടിയിരിക്കും. അതായത് അനുഭവമുള്ള കള്ളനല്ലേ, അതിനെക്കുറിച്ച് എല്ലാം അറിയാലോ. സർക്കാരിലുണ്ടായിരുന്ന ഓഫീസറിന് നന്നായി അറിയാം ED എങ്ങനെയാ പോകുന്നേ, CBI എങ്ങനെ വരുന്നേ. അതിനേറ്റ പോലെ എല്ലാം തയ്യാർ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് പ്രശ്നം വരത്തില്ല എന്നും വിചാരിച്ചിരിക്കും. അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അവര്. ഇപ്പം നിങ്ങളുണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെ ഒരു അനുഭവത്തിൽ എത്ര വർഷത്തെ രാഷ്ട്രീയ നേതാവായാലും അവരെ നിങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ചേക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉത്സാഹം ഇങ്ങനെ തന്നെ തുടരുക. ഈ ചോദ്യോത്തരം തുടരുന്നതാണ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക്. നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിയാണ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സൈഡിൽ നിന്ന് 2-3 ചോദ്യങ്ങളുണ്ട്. സുധീർ സേട്ടാണ് ചോദിക്കാൻ പോകുന്നത്. താങ്കൾക്ക് ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിൽ വിദേശത്ത് ജീവിക്കുന്ന NRIക്കൾ എപ്പോഴും ഞങ്ങളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത്രയും വലിയ പണം ലോസ് ഇന്ത്യ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തതെന്ന്, കൊറോണയ്ക്ക് ശേഷവും ഇത്രയും യുദ്ധത്തിന് ശേഷവും. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ ഇവരോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ രാജ്യത്ത് വിലക്കയറ്റമാണ്, യൂറോപ്പിൽ, അമേരിക്കയിൽ, മോദി എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതായത് കോവിഡ് വന്ന കാലഘട്ടത്തിൽ വീഡിയോ കോളിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു, നേരടിയായിട്ടൊക്കെ, ഫുൾ ലൈവായിട്ട്. അപ്പോൾ ലോകം മുഴുവനും നോബൽ പ്രൈസ് മേടിച്ച എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിച്ചു, അതായത് ഇതിനൊക്കെ നിങ്ങളുടെ വാക്കുകൾ എന്താണ് പറയാൻ വരുന്നതെന്നൊക്കെ. നിങ്ങളിതൊക്കെ കണ്ടു കാണും. അതായത് ഇന്ന് ഇപ്പോൾ ബിസിനസ്മാനെ കുറിച്ച് പറയുന്നവരൊക്കെ അവർ കോവിഡ് സമയത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, തൊഴിൽ ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കണം. അതായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്.
അവരുടെ തിയറി പൈസ കൊടുക്കണം, പൈസ വേണോന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നാടിനെ രക്ഷിക്കാൻ പറ്റില്ല. ഇവര് എല്ലാവരും തന്നെ ഈ പുസ്തകമായിട്ടുള്ള ഒരുപാട് ബിസിനസ് മാഗ്നറ്റുകളൊക്കെ ആയിരിക്കും. നോബൽ പ്രൈസ് മേടിച്ചവർ പോലും എന്നെ വന്ന് കണ്ടിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പണം വേസ്റ്റ് ചെയ്യത്തുമില്ല, അത് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യത്തുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ലോകത്തിലും വെച്ച് ഈ ഒരു കാര്യം പറഞ്ഞത് ഞാൻ മാത്രമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ ശക്തമായ തീരുമാനം എടുത്തത്. ഞാൻ കൊടുക്കുവാണെങ്കിൽ ഭക്ഷണ രീതിയായിട്ടേ കൊടുക്കത്തുള്ളൂ. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലും ആ അരി അന്നവും ഇരിക്കണം. അവരിൽ ആരും വിശന്നിരിക്കാൻ പാടില്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിനുശേഷം MSME ഓഫീസിലൊക്കെ ഞാൻ പറഞ്ഞത്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ടുള്ള ഏർപ്പാട് ഞാൻ നടത്താം, നിങ്ങൾ പോയി മേടിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കാണിച്ചു കൊടുക്ക്, അതിനുള്ള ചാൻസ് ഒക്കെ ഞാൻ തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ എല്ലാ സ്കീമും ഞാൻ പറഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പൈസ ഇഷ്ടം പോലെ എടുത്ത് വിതരണം ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, ശരിക്കും എൻ്റെ നാട് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലും പോയി ഇതുവരെ കുടുങ്ങിയിട്ടില്ല. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല, ഒന്നിനു പിന്നാലെ ഒന്നിങ്ങനെ നടന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാ. ഓരോ ആക്ടിവിറ്റിയിലും ഈ പ്രവൃത്തിയിലൊക്കെ നോക്കുവാണെങ്കിൽ പുസ്തക രീതിയായിട്ട് ഒരു ഇതുമില്ല. ഞാൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന 13 തൊട്ട് 14 വർഷത്തെ അനുഭവം അതായിരുന്നു എനിക്ക് ശരിക്കും സഹായിച്ച്. അതായത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ടും ചിലപ്പോൾ ഇരിക്കാം. ഈ ദേശ അളവിന്, അതായത് നാഷണൽ ലെവലിലുള്ള ഏക നേതാവ് ഞാനാ. ഒരുപക്ഷെ ഉണ്ടാവാന്ന് ഞാൻ പറയുക. ഈ നാടിൻ്റെ കുറഞ്ഞ പക്ഷം വെച്ച് നോക്കുവാണെങ്കിൽ 90% സ്ഥലങ്ങളിൽ, അതായത് ഡിസ്ട്രിക്റ്റുകളിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ 90% സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. തറയിൽ പാവിരിച്ച് കിടന്നുറങ്ങി എണീറ്റവനാ ഞാൻ. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടം എന്താ നന്നായിട്ടറിയാം. അതുപോലെ ഇവിടെ എൻ്റെ അടുത്ത് ഒരുപാട് ഇൻഫർമേഷൻസും ഉണ്ട്. ഇവിടെ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവിടുന്ന് പുതിയൊരു കാര്യം വരുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇത്. ഇന്ന് ഇന്ദിര അവരുടെ ആ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ അധികം പണത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു അത്. യൂട്യൂബിൽ, അതായത് റെഡ് ഫോർട്ട് തൊട്ട് നെഹ്റു അദ്ദേഹം പറഞ്ഞ കാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കണം കേട്ടോ. ഗൂഗിൾ ഗുരു വിദ്യാർത്ഥികളെ, നിങ്ങളും യൂട്യൂബിൽ ചെന്നൊന്ന് കണ്ടു നോക്ക്. നെഹ്റു അദ്ദേഹത്തിൻ്റെ റെഡ് ഫോർട്ടിലെ ആ സ്പീച്ച്, ആ റെഡ് ഫോർട്ടിൽ സംസാരിച്ചിരുന്ന സ്പീച്ച് കാണുവാണെങ്കിൽ നെഹ്റു അദ്ദേഹം സംസാരിച്ചു നോക്കണം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്, ഇവരെല്ലാവരും പറയുന്നതും കേൾക്കണം. ഇവരെല്ലാവരും പറയുന്നതിൽ ഒരു കാര്യം കോമൺ ആയിരിക്കും, അതായത് കഷ്ടപ്പാട് മാറ്റുന്നത്, എല്ലാത്തിൻ്റെയും വില കൂടുന്നതും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതായത് ചെങ്കോട്ടെ സംസാരിച്ചിട്ടുണ്ട്. നെഹ്റു അദ്ദേഹം എന്താ കാരണം പറഞ്ഞെന്നറിയാവോ? നെഹ്റു അദ്ദേഹം എന്താ കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഓരോന്നിൻ്റെയും വില ഇങ്ങനെ കൂടി വരുക, അത് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം, വടക്കിലെ കൊറിയയിലും തെക്കിലെ കൊറിയയിലും നല്ല പോര് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എക്കണോമിക്കലായിട്ട് വില കൂടുന്നതും. ആ കാലത്ത് അവർ പറഞ്ഞത് ഇത് തന്നെയാ. അന്ന് ലോകത്ത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതൊന്നും ഇല്ല. കൊറിയ നാട്ടിൽ നടക്കുന്ന 2 ഇടത്തിൻ്റെയും പോരിനും ഇന്ത്യക്കും യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഓരോന്നിൻ്റെയും വില കൂടുന്നതിന് കാരണം അത് തന്നെയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നെഹ്റു അദ്ദേഹം പറഞ്ഞതിന് പ്രൂഫ് അവിടെയുണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയത്തില്ല. പക്ഷെ ഇപ്പം നടക്കുന്ന ഈ പോരിലൊക്കെ ഫുഡ്, ഫെർട്ടിലൈസർ, ഫ്യൂവല്, 3നും നേരടി പ്രശ്നമുണ്ട്. ഇത്രയൊക്കെ ഇരുന്നിട്ടും ലോകത്തിൽ ഒരു യൂറിയയുടെ ചാക്ക് 3000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എൻ്റെ നാട്ടിലെ കർഷകന് 300 രൂപയ്ക്കും കുറച്ചാ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഓരോന്നും അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബലം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഈ ബ്ലാക്ക് മാർക്കറ്റ് ഒന്നും വന്നിട്ടില്ല. നാട്ടിൽ സാധനങ്ങളില്ലെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നവും തലപൊങ്ങി വന്നിട്ടുമില്ല. കറക്റ്റായ രീതിക്ക് എല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരെത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയാലും ജനങ്ങളുടെ അടുത്തത് പോയി ഒട്ടുന്നില്ല. അവരിപ്പോഴും ആ പഴയ വർത്തമാനങ്ങളും വാക്കുകളോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പഴയ ഡയലോഗ് വെച്ച് സിനിമ എടുത്തിട്ട് തിയേറ്ററിൽ ഇറക്കിയ സിനിമ ഓടത്തില്ല. വെറുതെ സമയം കളയണ്ട നിങ്ങളിങ്ങനെ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നിങ്ങളുടെ ഉത്സാഹം ഇങ്ങനെ തുടരുക. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള കണക്കുകൾ ചോദിക്കുകയാണ്.
ഇപ്പൊ നമ്മൾ ഫൈനൽ റൗണ്ടിലെത്തി. ഒരു 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. രാജേന്ദ്ര ടിക്കിയ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇതുവരെ ഇന്ത്യയുടെ രാഷ്ട്രീയം കണ്ടതുവരെ സോണിയാഗാന്ധി പ്രവർത്തിക്കുന്നത് തന്റെ മകന് വേണ്ടി മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം. ലാലു പ്രസാദ് യാദവ് ചെയ്യുന്നതൊക്കെ തന്റെ മകൻ തേജസ്വിക്ക് വേണ്ടി മാത്രമാണ്. അതുപോലെ ശരത് പവാർ, പിന്നെ മമതാ ബാനർജി, ഈ നേതാക്കന്മാരെല്ലാവരും തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ കഠിന അധ്വാനമുണ്ടല്ലോ, താങ്കളുടെ ശത്രുക്കൾ പോലും ഇത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് കുടുംബവുമില്ല, കുടുംബത്തിലെ അവകാശവുമില്ല. അങ്ങനെയുള്ളപ്പോൾ താങ്കൾ ആർക്കു വേണ്ടിയാണ് ഇത്രയും അധ്വാനിക്കുന്നത്? അതായത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാഷ്ട്രീയത്തിലോട്ടൊന്ന് വന്നിരിക്കണം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടികളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ നിങ്ങൾ നോക്കിയെങ്കിൽ ശരിക്കും 3 കാര്യങ്ങൾ പൊതുവേ ഇവിടെയുണ്ട്. ഈ NDA അലയൻസിൽ ഇവിടെ ഇരിക്കാനായിട്ട്, ഒരുമിച്ചിരിക്കാനായിട്ടുള്ള കാരണം അതാണ്. അവരൊക്കെ മതവെറി പിടിച്ചിരിക്കുന്നവരാണ്. മതവെറിയാണ് എല്ലാവർക്കും. അതായത് ഈ കുടുംബരാഷ്ട്രം ചെയ്യുന്നവരാണ് ഇവരെല്ലാം. ഇപ്പം ഇന്ത്യയിലുള്ള എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യം വരുന്നുണ്ട്. ചിലരൊക്കെ വേറെ രീതിക്കാണ് ചോദിക്കുന്നത്, ഇത്രയും ശക്തി എവിടുന്നാണ് വരുന്നതെന്നുള്ളത്, എന്തിനാ ഇത്രയും പാടുപെടുന്നത്? ഏകദേശം 10 വർഷം ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞാൽ വിട്ടുകളാ. ഒരു വട്ടം ഒരു നേതാവിനെ കാണാനായിട്ട് വന്നിരുന്നു, ഒരു വലിയ നേതാവാണ്. എൻ്റെ ആദ്യത്തെ ഭരണത്തിൻ്റെ അവസാനത്തെ വർഷമാണത്. അദ്ദേഹം പറയുവാണ്, മോഡി അദ്ദേഹമേ നിങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയാ, ഇതിന് ശേഷം ഈ ലോകത്തിൽ അങ്ങനെ എന്താ ഉള്ളത്, എന്തിനാ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഈ നാടിൻ്റെ രാഷ്ട്രീയം വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചത് വരെ എല്ലാവരും തന്നെ പണിയെടുത്തോണ്ടിരിക്കുവാണ്, ഞാനും പണിയെടുക്കുവാണ്. എല്ലാവരും അവർക്ക് വേണ്ടതിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഞാനും എനിക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം കഷ്ടപ്പെടുന്നു. അവരവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഞാനും എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു 5-6 പേരുണ്ടാവും. 5-6 പേർക്ക് മാത്രം അവർ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. പക്ഷേ എൻ്റെ കുടുംബത്തിൽ 140 കോടി ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ ഒരു 5-6 ആളുകളെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ എല്ലാവരും പോയി 1-2 വട്ടം കണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലല്ലോ ഇത്ര അലയേണ്ടതൊന്നും. പിന്നെ എന്തെങ്കിലും ചിലവ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മതി, വിട്ടേക്കും. പക്ഷേ ഞാൻ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കും ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അവരുടെയൊക്കെ ജീവിതം, അവരുടെ ഓരോ കഷ്ടപ്പാട്, നിങ്ങളുടെ സ്വപ്നങ്ങളാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വേണ്ടിയാണുള്ളത്. എൻ്റെ ഓരോ സെക്കൻഡും ഈ നാടിന് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 24/7 ഫോർ 2047. മോദി സർ, ഇത് ഇലക്ഷന്റെ സമയമായതുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് താങ്കളെ ഇപ്പോൾ കാണിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ അവസാന ചോദ്യം. കാണാം. चुनाव ज्यादा से ज्यादा स्टेट्स में खत्म हो गया है. पिछले 4 फेजेस के परिणाम साफ हैं और नरेंद्र मोदी जी चुनाव हार रहे हैं. आने वाला दिन में तो बोलना है कि मोदी बाबू का सरकार को एक्सपायरी डेट हो गया है. जो 74 की बातें करते थे, अब उन्हें सोचना पड़ेगा कि उनका खाता कहां खुलेगा. एक के अलावा मुझे नहीं लगता कोई खाता खोल पाएंगे. आम आदमी पार्टी के 7 सांसद भारी बहुमत से जीत रहे हैं. हमारे जितने भी सर्वे आ रहे हैं. പക്ഷേ ഇതിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇത് 2019 വന്ന വീഡിയോ ആണ്. നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. 2019 വിട്ടുകളാ, 2014 ഒന്ന് എടുത്ത് നോക്കണം, ഈ ഡയലോഗ് തന്നെ വരത്തുള്ളൂ. 2019 എടുത്ത് നോക്കിയാലും ഈ ഡയലോഗ് തന്നെ വരത്തുള്ളൂ. 2024 ഈ ഡയലോഗ് തന്നെ വരത്തുള്ളൂ. ജനങ്ങളും അവരുടെ ബോധാവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാ വെച്ചിരിക്കുന്നതും. അവർ പറയുന്ന യാതൊരു വാക്കിലും ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ട് ഒരു വെറുപ്പില് ഇതിനു മുമ്പ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മോദിയെ കൊണ്ട് എങ്ങനെയാ 400 ക്രോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അതായത് EVM എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന എണ്ണം എവിടുന്നാ വന്നേന്ന്, നിങ്ങൾ ഏത് EVM പിടിച്ചു നോക്കിയെന്നൊന്ന് പറയണമല്ലോ. അതായത് നോക്കുവാണെങ്കിൽ അവരൊക്കെ എത്ര മോശമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയാൽ പോലും ശരിക്കും ഡോക്ടർ എന്തു പറയും? ഇല്ല, വിഷമിക്കേണ്ട, ഒന്നും പറ്റത്തില്ല എന്നല്ലേ. അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്കാരെ
ഒരു സ്ഥാനം പിടിച്ച് മേടിക്കാനായിട്ട് എന്തേലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ തെറ്റാവൂലേ? അല്ല, ജൂൺ 4-ന് ശേഷം ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ. പാവ അതുവരെ ഒരു വിശ്വാസത്തോടെ ഇരുന്നോട്ടെന്നേ. ജൂൺ 4-നെ കുറിച്ചല്ല, താങ്കൾ പറഞ്ഞിരുന്നു 2047 വരെ മോദി വലിയ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അദ്ദേഹം എങ്ങും പോകില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴും ഞാനത് മനഃപൂർവ്വമായി വിശ്വസിക്കുന്നു, ദൈവം എന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവിടെ അയച്ചു വെച്ചിരിക്കുന്നത്. എന്തോ ഒരു കാര്യമായതുകൊണ്ടാണ് ഈശ്വരൻ എന്നെ ഈ ലോകത്തിലോട്ട് അയച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു സ്ഥാനവും എനിക്കില്ലല്ലോ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വേറെ വഴിയില്ല. ഈശ്വരനാണ് ഈ ഒരു പണിക്ക് വേണ്ടി ഈ വഴി ഉണ്ടാക്കി തന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആ ഈശ്വരൻ തന്നെയാ എനിക്ക് വഴി കാണിച്ചു തരുന്നതും. ഏത് വഴിക്കാൻ ഞാൻ പോകേണ്ടെന്ന് അദ്ദേഹമാണ് കാണിക്കുന്നത്. കഷ്ടപ്പാട്, പരിശ്രമം, ധൈര്യം, അതിനുള്ള ഉത്സാഹം, അതെല്ലാം വെറും ഈശ്വരൻ കാരണം എനിക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ തുണയായി കരുതി പോകുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. 2047-നുള്ളിൽ 27-ന്റെ ടാർഗറ്റ്, അതും ഈശ്വരൻ തന്നെയാണ് എൻ്റെ അടുത്ത് കൊണ്ട് തന്നിരിക്കുന്നത്. അത് നിറവേറ്റുന്നത് വരെ അദ്ദേഹം എന്നെ വിളിക്കത്തില്ല അങ്ങോട്ട്. ഇന്ന് ഈ ലോകത്ത് എനിക്ക് വേറെ ഒരു സ്ഥലവും ഇല്ല. ഇതാണ് എൻ്റെ ഏക സ്ഥലം. കാരണം ഇന്ത്യ ഈ ലോകത്തിന് വേണ്ടി തന്നെ പണിയെടുക്കേണ്ട ഒരു നാടാണ്. നിങ്ങൾ വിവേകാനന്ദനെക്കുറിച്ച് പഠിച്ചിരുന്നാൽ, അരവിന്ദനെക്കുറിച്ച് പഠിച്ചിരുന്നാൽ, ഇന്ത്യ എന്ന് പറയുന്ന വെറും നാടല്ല, ഇന്ത്യ എന്ന് പറയുന്ന വെറും ഉയർന്ന നോക്കത്തോടെ ഈ ലോകത്തിൻ്റെ അത്രയും നല്ലതും ഇവിടുന്നാണ് പോവേണ്ടെന്നുള്ളത് ഞാൻ പറയുന്നു. മോദി സാർ, താങ്കൾക്ക് വേണ്ടി ഒരു വ്യൂവർ 4 വരി എഴുതി അയച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, मैं दिया हूं, मेरी दुश्मनी तो अंधेरों से है, हवाएं खामखा मेरे खिलाफ हैं. मैं दिया हूं, मेरी दुश्मनी अंधेरों से है, हवाएं खामखा मेरे खिलाफ हैं. हवाओं से कह दो आजमा के दिखाएं, बहुत दिए बुझाए हैं, एक दिया जला के दिखाएं. ഞാൻ എൻ്റെ മനസ്സായി എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനമന്ത്രി മോദി പറഞ്ഞ അഭിപ്രായങ്ങളോട് ഒത്തുപോകുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ട് ഇവിടെ കാണിക്കുക.